വെൽക്കം ബാക്ക് ടു വീനാസ് ലേണിംഗ് ക്ലാസ്. 8ാം ക്ലാസ്സിലെ മാത്സിൻ്റെ ഒന്നാമത്തെ ചാപ്റ്റർ നിങ്ങളെ സ്ക്വയേഴ്സ് അല്ലെങ്കിൽ വർഗ്ഗങ്ങൾ. ഇതിൻ്റെ നമ്മൾ 1ഉം 2ഉം പാർട്ട് ഇട്ടതാണ്. അപ്പോൾ നമുക്ക് ടെസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ആ കറക്റ്റ് ഓർഡർ അനുസരിച്ച് നമുക്ക് പഠിക്കാം. നമ്മൾ എന്തായാലും ആദ്യം പഠിക്കേണ്ടത് ഇതിൻ്റെ 1ൻ്റെ സ്ക്വയർ, 2ൻ്റെ സ്ക്വയർ. അപ്പോൾ അതെല്ലാം നമ്മൾ പറഞ്ഞതാണ്. എന്നാലും ഞാൻ ഈ ചാപ്റ്റർ ഫുൾ ഈ ലിങ്കിൽ അങ്ങ് ഇടാം കുഞ്ഞുങ്ങളെ. അതായത് 1ൻ്റെ സ്ക്വയർ എന്ന് വെച്ചാൽ 1 × 1 ആണ് അല്ലേ. 2ൻ്റെ സ്ക്വയർ എന്ന് വെച്ചാൽ 2 2 വട്ടം ഉണ്ടെന്നാണ്. 3ൻ്റെ സ്ക്വയർ എന്ന് വെച്ചാൽ 3യും 2 വട്ടം ഉണ്ട്. 4 എന്ന് വെച്ചാൽ 4 2 വട്ടം ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തന്നിരിക്കുന്ന സംഖ്യ 2 വട്ടം ഉണ്ടെന്നാണ് വർഗ്ഗം എന്ന് പറയുന്നത് കേട്ടോ, വർഗ്ഗങ്ങൾ. അപ്പം 10ൻ്റെ സ്ക്വയർ എന്ന് വെച്ചാൽ എന്താ, 10 × 10, 10 × 10 അല്ലേ, എത്ര 100. ഇതാവും നിങ്ങളെ ഫസ്റ്റ് സ്ക്വയർ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്കിനി പാഠത്തിലോട്ട് കയറാം. ഇത് ഇത്രയും ഓക്കെ ആണല്ലോ. 1ൻ്റെ സ്ക്വയർ, 2ൻ്റെ സ്ക്വയർ, അങ്ങനെ നിങ്ങൾ ആ 10 വരെ ഉള്ളത് നല്ലതുപോലെ ഒന്ന് കാണാതെ പഠിക്കണം കേട്ടോ. കാരണം ബാക്കി നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള ഇതൊക്കെ ഒറ്റ സംഖ്യയുടെ അല്ലേ. ഒറ്റ സംഖ്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ഡിജിറ്റ് ഉള്ളത് അല്ലേ. ഇപ്പം എന്നാൽ ചോദിക്കും 10 നമുക്ക് അറിയാം, 10 × 10 100 അറിയാം അല്ലേ. അപ്പോൾ ഇത്രയും ഓക്കെ ആണോ നിങ്ങളെ. ഇനി നിങ്ങളുടെ ടെസ്റ്റിലാണെങ്കിൽ ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് പൂർണ്ണവർഗ്ഗങ്ങൾ എന്നാണ്. ഫസ്റ്റിൻ്റെ തലക്കെട്ട് കൊടുത്തിരിക്കുന്നത്. വർഗ്ഗങ്ങളിനകത്തിലെ ആദ്യത്തെ കൊടുത്തേക്കുന്നത് എന്താവും നിങ്ങളെ, പൂർണ്ണവർഗ്ഗങ്ങൾ എന്ന് വെച്ചാൽ എന്താ, പെർഫെക്റ്റ് സ്ക്വയർ എന്ന് വെച്ചാൽ എന്താണ് ഈ പെർഫെക്റ്റ് സ്ക്വയർ. നമുക്ക് ഈ കിട്ടിയ നമ്പറുകളെയാണ് പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത്. എന്താവും നിങ്ങളെ, 2 × 2 എന്ന് വെച്ചാൽ 4 ആണ് അല്ലേ. അപ്പം ഞാൻ ചോദിക്കട്ടെ, 3 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണോ? ഇതിനകത്ത് 3 ഉണ്ട് ആണോ കുഞ്ഞുങ്ങളെ? അല്ല. ഇപ്പം പിടി കിട്ടിയോ? അങ്ങനെയാണെങ്കിൽ 8 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണോ? അല്ല. 17 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണോ? അല്ല. ചിലപ്പോൾ നിങ്ങളോട് അങ്ങനെ ഒരു മാർക്കിന് ചോദിക്കാം. ഏത് രീതിയിലും ക്വസ്റ്റ്യൻ ചോദിക്കാമല്ലോ അല്ലേ. എന്താണ് ഈ പെർഫെക്റ്റ് സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സംഖ്യ അതേ സംഖ്യ കൊണ്ട് തന്നെ ഇൻറ്റു ചെയ്യുമ്പം കിട്ടുന്നതാണ് എന്താ. ഇപ്പോൾ 4നെ 4 കൊണ്ട് തന്നെ ഇൻറ്റു ചെയ്യുമ്പോൾ എന്ത് കിട്ടി കുഞ്ഞുങ്ങളെ, 16 അല്ലെങ്കിൽ 16 കിട്ടി. അപ്പോൾ എന്താ, 16 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ് അല്ലെങ്കിൽ പൂർണ്ണവർഗ്ഗങ്ങളാണ്. ഓക്കെ ആണോ ഒന്നാമത്തത്. അപ്പം നമ്മൾ ഇന്നലെ ഡോട്ട് ഇട്ട് ഞാൻ പഠിപ്പിച്ചായിരുന്നു. കണ്ടോ, ഇതാണ് നമ്മുടെ ടെസ്റ്റിലെ ഒന്നാമത്തത്. അതായത് സംഖ്യകൾ നോക്കൂ, എന്താണ് ഈ സംഖ്യകളുടെ സവിശേഷത എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത്തരം സംഖ്യകൾ 5ാം ക്ലാസ്സിൽ പരിചയപ്പെടുന്നത് നിങ്ങൾ ഓർമ്മയുണ്ടോ? ഗുണനരീതികൾ എന്ന് പറയുന്ന മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ പഠിച്ച് ഓർമ്മയുണ്ടോ നിങ്ങൾ? നമ്മൾ കഴിഞ്ഞ വർഷം മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് ഗുണനരീതി അത് എന്ന് വെച്ചാൽ നോക്കിയേ, 1 അല്ലേ, 1 2 3 4. ആദ്യത്തെ റോയിലും 2, താഴത്തേലും 2. ആദ്യത്തെ റോയിൽ 3, താഴത്തേലും 3. ആദ്യത്തേതിൽ 4, താഴോട്ട് 4. ആദ്യത്തേതിൽ 5, താഴോട്ട് 5. മനസ്സിലായോ? അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ നമ്പറുകൾ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്കിപ്പോൾ എന്താ, 1ൻ്റെ സ്ക്വയർ 1 തന്നെ. പിന്നെ 2 എന്ന് വെച്ചാൽ 2 × 2ൻ്റെ സ്ക്വയർ 4. 3ൻ്റെ സ്ക്വയർ എന്ന് വെച്ചാൽ 3 വട്ടം ഉണ്ടെന്ന്. 4 വട്ടമുണ്ട്. 5 വട്ടമുണ്ട്. ഇങ്ങനെ പറയുന്നതിന് എന്താ കുഞ്ഞുങ്ങളെ പറയുന്നത്, നിങ്ങളുടെ ടെസ്റ്റിലെ ആദ്യത്തെ ടെസ്റ്റ് കൈ കിട്ടിയോ? അതിന് എന്താ, പൂർണ്ണവർഗ്ഗങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഇവയെ മറ്റൊരു രീതിയിൽ എഴുതാമെന്ന് നാം 7ാം ക്ലാസ്സിൽ പഠിച്ചു എന്നാണ് പറയുന്നത്. ആവർത്തന ഗുണിതം എന്ന് പറയുന്ന ചാപ്റ്ററിലാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ആദ്യത്തെ ചോദ്യം വെച്ച് നമുക്ക് നോക്കാം കുഞ്ഞുങ്ങളെ. നമ്മൾ കുറേ ചെയ്തതാണ്, പക്ഷേ ടെസ്റ്റ് നമുക്ക് ഇപ്പോഴാ കൈ കിട്ടിയത് കൊണ്ടേ നമ്മളോട് ചോദിക്കാം. നമ്മളിപ്പോൾ പറഞ്ഞു നോക്കൂ കുഞ്ഞുങ്ങളെ, 5ൻ്റെ വർഗ്ഗം അല്ലെ 5 സ്ക്വയർ എന്ന് പറയുന്നത് 5 × 5 = 25 ആണെന്ന് നമ്മൾ പഠിച്ചു. ഇതെന്താ നമ്പർ, നാച്ചുറൽ നമ്പർ അല്ലേ. അങ്ങനെ എന്ന് വെച്ചാൽ എണ്ണൽ സംഖ്യ വെച്ച് നമുക്ക് ചെയ്യാൻ അറിയാം. പക്ഷെ ഒരു കണക്ക് ഫ്രാക്ഷനിൽ നമുക്ക് ഡിവിഷൻ ഫ്രാക്ഷനിൽ എന്ന് വെച്ചാൽ എന്താ, ഭാഗിക്കാനുള്ള അല്ലേ കണക്ക് വേണ്ട. 1/2ൻ്റെ ഹോൾ സ്ക്വയർ അല്ലെ 1/2ൻ്റെ വർഗ്ഗം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതുമെന്നാണ് ചോദിച്ചേക്കുന്നത്. എങ്ങനെ എഴുതാം? 1/2യും 2 വട്ടം ഉണ്ടെന്നല്ലേ കുഞ്ഞുങ്ങളെ. എന്താ, 1/2 × 1/2 എന്നല്ലേ. അതായത് ഹാഫ്, അര എന്നിങ്ങനെ വേണമെങ്കിലും പറയാം. എന്തോ ആയിക്കോട്ടെ. 1/2 ദ ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ ഈ 1/2 2 വട്ടം ഉണ്ടെന്നാണ്. 1/2 × 1/2 അല്ലേ. എത്ര? 1 × 1 ഇൻറ്റു ചെയ്യുമ്പോൾ എന്താ, നേരെ അങ്ങ് ചെയ്താൽ മതി. 1 × 1 1 ആണ്. 2 × 2 4 ആണ്. ഇപ്പം പിടികിട്ടിയോ നിങ്ങളെ? ഡിവിഷനിൽ ഒരു കണക്ക് വന്നാൽ നമ്മൾ എങ്ങനെ ചെയ്യുമെന്ന് മനസ്സിലാവുന്നുണ്ടോ? അതായത് ഇപ്പോൾ നമ്മൾ 3/5 എന്ന് നിങ്ങളോട് എൻ്റെ ഹോൾ സ്ക്വയർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതും കുഞ്ഞുങ്ങളെ? അതാ ചോദിച്ചേ. അതായത് 3/5 2 വട്ടം ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. 3 × 3 9, 5 × 5 25. ഇത്രയേ ഉള്ളെന്ന്. ഓക്കെ ആണോ? അപ്പോൾ ഒന്നാമത്തെ പേജിനകത്തിലെ കാര്യങ്ങളാവും നിങ്ങളെ ഇത്രയും കൊടുത്തേക്കുന്നത്. പേജ് നമ്പർ 1 ഓക്കെ ആണോ? ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? അടുത്ത നമുക്ക് അടുത്ത പേജ് നമ്പർ നോക്കാം. അടുത്ത നോക്കിക്കേ,
1, 2, 3 എന്ന എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗങ്ങളായ 1, 4, 9 എന്നീ സംഖ്യകളെ പൂർണ്ണവർഗ്ഗങ്ങൾ, അതായത് നമ്മൾ പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുന്നു അല്ലേ. നമ്മളിപ്പോൾ പറഞ്ഞില്ലേ 1, 3 അല്ലേ, ഇപ്പം നമ്മൾ ചെയ്തില്ലയോ നിങ്ങൾ? അത് തന്നെ 1, 3 ഇവിടെ ഇത് തന്നെ. അതല്ലെങ്കിൽ നമ്മളിപ്പോൾ ഫസ്റ്റ് പേജ് ചെയ്തായിരുന്നല്ലോ, നടി തന്നിരിക്കുന്ന നമ്പറുകൾ 1, 4, 9, 16 ഇതിനെ നമ്മൾ എന്ത് പറയുന്നതെന്നാണ് പറഞ്ഞത്? പെർഫെക്റ്റ് സ്ക്വയർ അല്ലെങ്കിൽ പൂർണ്ണവർഗ്ഗങ്ങൾ. ഓരോന്ന് ശ്രദ്ധിച്ച് പോണേ കുഞ്ഞുങ്ങളെ. പെർഫെക്റ്റ് സ്ക്വയർ അല്ലെങ്കിൽ പെർഫെക്റ്റ് സ്ക്വയർ എന്നാൽ എന്തെന്ന് അറിയാമേ കേട്ടോ? നമുക്ക് ഈ സംഖ്യകൾ തങ്ങളിൽ ഇൻഡ്യൂ ചെയ്യുമ്പോൾ കിട്ടുന്നതിനെയാണ് പെർഫെക്റ്റ് സ്ക്വയർ അല്ലെങ്കിൽ എന്ത് പറയുന്നത്? പൂർണ്ണവർഗ്ഗങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മളോട് പറയുകയാ, നിങ്ങൾ എന്താ ബോക്സ് ഇട്ട് അടുത്ത 11ഉം 12ൻ്റെ ഒക്കെ എങ്ങനെ ചെയ്യുമെന്ന് ഇന്നലെ നമ്മൾ ചെയ്യിപ്പിച്ചതാ. ഓർമ്മയുണ്ടോ കുഞ്ഞുങ്ങളെ? 11ൻ്റെ സ്ക്വയർ എന്ന് വെച്ചാൽ 11 × 11. ഓർമ്മയുണ്ടോ? അറിയാമല്ലോ. അങ്ങനെയാണെങ്കിൽ 12, 13 ഇവയുടെയൊക്കെ ചെയ്യാൻ ഇത് നമ്മൾ ടെസ്റ്റിലെ കണക്കാ ചെയ്യുന്നത്. ഇന്നലെ നമുക്ക് ടെസ്റ്റ് ഇല്ലാതെയുള്ള ലിങ്കായിരുന്നു കുഞ്ഞുങ്ങളെ ഇട്ടത്. അപ്പം ഞാൻ ഒരെണ്ണം ഒന്നുകൂടെ പറയാം കുഞ്ഞുങ്ങളെ. ഈ 13ൻ്റെ സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് നമ്മൾ ബോക്സ് ഇട്ടൊന്ന് ചെയ്യാം. അതായത് നമ്മുടെ അടുത്ത പേജിലുള്ളത് കേട്ടോ. അത് ഓരോ പേജും എല്ലാ പേജും നമുക്കൊന്ന് പഠിച്ചു പോവാം. നമ്മൾ ചെയ്തതും ചെയ്യാത്തതും നോക്കണ്ട. പേജ് നമ്പർ 8 എന്താ കുഞ്ഞുങ്ങളെ? പേജ് നമ്പർ 8 ഒരു ചോദ്യമാണ് 13ൻ്റെ സ്ക്വയർ. നല്ലപോലെ നോക്കണേ കുഞ്ഞുങ്ങളെ. 13ൻ്റെ സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ കുഞ്ഞുങ്ങളെ? 10 + 3 അല്ലേ? 10 + 3 ഇങ്ങനെയാണ് നമ്മൾ ഇന്നലെ പഠിച്ചത് അല്ലേ? 10 + 3 10 + 3 നമ്മൾ എന്ത് ചെയ്യുക? നല്ല ഒരു ബോക്സ് കൊടുക്കുക. ഓക്കെ. ഫസ്റ്റ് 10 + 3 10ഉം 3ഉം. രണ്ടാമത്തെ 10 + 3 കണ്ടോ? ഇത് അങ്ങോട്ടും ഇത് ഇങ്ങോട്ടും. ഓക്കെ ആണോ? ഇനി നമ്മൾ മേളിൽ കിടക്കുന്നതാണ് 10 × 10 100 3 × 10 30. ശരിയല്ലേ കുഞ്ഞുങ്ങളെ? അടുത്ത 10 × 3 അപ്പോൾ ഇതിൻ്റെ കഴിഞ്ഞു. അടുത്ത 10 × 3 30. 3 × 3 9. നമുക്ക് ഒന്നുകിൽ വലത്തുവശത്ത് ഒരു ബോക്സ് ഇട്ട് ടെസ്റ്റിൽ അങ്ങനെ ചെയ്ത് വെച്ചേക്കുന്നത്. അതല്ല താഴെ കൂട്ടിയാലും മതി കുഞ്ഞുങ്ങളെ. അവിടെ തന്നെ ആവണമെന്നില്ല. 100ഉം 30ഉം 130 അല്ലേ? 30ഉം 9ഉം 39. എത്ര കിട്ടി? 9 3 3 6 1 169 കിട്ടി. ഇതാണ് ടെസ്റ്റിലെ ബോക്സ് കേട്ടോ. അത് ടെസ്റ്റിൽ ചെയ്തിട്ടുണ്ട്. 11ഉം 12ഉം 13ഉം 14ഉം ഒക്കെ ഇന്നലെ നമ്മൾ ചെയ്തതാ. എന്നാലും ഒന്നും കൂടി ഞാൻ ചാപ്റ്റർ ഫുൾ എടുക്കുന്നത് കൊണ്ട് എടുത്തതാ. 13 ഇപ്പോൾ 15 ആണെങ്കിലോ കുഞ്ഞുങ്ങളെ 10 + 5 10 + 5 കേട്ടോ. 25 ആണെങ്കിലോ 20 + 5 20 + 5. അതായത് 10 ഉള്ളിടത്തല്ല 20 20 + 5 25. മേളിൽ കിടക്കുന്ന ഈ സംഖ്യയെ ഫസ്റ്റ് കണ്ട് ഇതിനെ ഇതുകൊണ്ട് നമ്മൾ ഈ കണ്ട് ഇങ്ങനെയുള്ളത് ഓർത്താൽ മതി കേട്ടോ. എന്ന് വെച്ചാൽ ഇതിനെ ഇതുകൊണ്ട് ഇൻഡ്യൂ ചെയ്യുക. അടുത്തത് ഇതിനെ ഇതുകൊണ്ട് ഇൻഡ്യൂ ചെയ്യുക. പിന്നെ അടുത്ത ഇതിനെ ഇതുകൊണ്ട് ഇൻഡ്യൂ ചെയ്യുക. പിന്നെ ഇതിനെ ഇതുകൊണ്ട് ഇൻഡ്യൂ ചെയ്യുക. എന്ന് വെച്ചാൽ ഈ ഒരു സൈൻ ഓർത്താൽ മതി കേട്ടോ. മുകളിൽ കിടക്കുന്നതിനെ ലെഫ്റ്റിൽ കിടക്കുന്നതുകൊണ്ട് ഇൻഡ്യൂ ചെയ്യുക. നമ്മളിത് കുറേ ചെയ്താവും നിങ്ങളെ. പേജ് നമ്പർ 8 അല്ലേ? പേജ് നമ്പർ 8 10 13 14 ഒക്കെ ഇങ്ങനെ ചെയ്യണം. നമ്മൾ കുറേ ചെയ്തത്. അപ്പം നമ്മുടെ സമയം അത്രയും വേസ്റ്റ് ആക്കണ്ട കേട്ടോ. അങ്ങനെയാണെങ്കിൽ അവർ പറയുന്നു ഇവയെല്ലാം കളങ്ങളിലെ സംഖ്യകൾ വിലങ്ങിനെയും കുത്തനെയും കൂട്ടുന്നതിന് പകരം കോണോട് കോണുകൾ ആയാലോ എന്നൊരു ചോദ്യമുണ്ട്. എന്താ നിങ്ങളെ? നമ്മളിപ്പോൾ നോക്കിക്കേ, ഇതിനെ ഇത് വെച്ച് ചെയ്തു, ഇതിനെ ഇത് വെച്ചു, ഇങ്ങനെയല്ലേ ചെയ്ത്. ഇനി അവർ പറയുന്നത് നമ്മൾ കോണോട് കോണ് വെച്ച് ചെയ്താൽ എങ്ങനെയാണത് ഞാൻ കാണിക്കാം. ഇപ്പോൾ നോക്കണേ കുഞ്ഞുങ്ങളെ, നമ്മൾ നോക്കിയേ 11 എന്ന് പറയുന്നതിനെ 10 × 10 100. 10 × 1 ഒരു 10 10. 10 × 1 10. 1 1 അല്ലേ? നമുക്ക് ഇങ്ങനെ എഴുതാം. അവരെ നമ്മളോട് ചോദിച്ചേ, അതായത് പേജ് നമ്പർ 8 ഓരോന്നും നമ്മുടെ ടെസ്റ്റിൽ ചോദിച്ചിരിക്കുക. എന്താ ചോദിച്ചത്? ഇത് നിങ്ങളുടെ എന്താ കുത്തനെയും കൂട്ടുന്നതിന് പകരം കോണോട് കോണ് കൂട്ടിയാലോ. നേരത്തെ നമ്മൾ കുത്തനെ ഇതിനെ ഇത് കൂട്ടി ഇതിനെ ഇത് കൂട്ടി അല്ലേ? അല്ലെങ്കിൽ ഇതിനെ ഇത് കൂട്ടി ഇതിനെ ഇങ്ങനെയായിരുന്നു ഇതുവരെ കൂട്ടിയത്. അങ്ങനെയാണെങ്കിൽ കോണോട് കോണെന്ന് ഉദ്ദേശിക്കുന്നതാണ്ട് ഇത് രണ്ടും കൂടെ കണ്ടോ ഇങ്ങനെ. കോണോട് കോണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൂലയിൽ നിന്നും മറ്റൊരു മൂലയിലോട്ട് അതാ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പം നോക്കൂ കുഞ്ഞുങ്ങളെ, ഇവിടെ 100 അല്ലേ? 100 പ്ലസ് നോക്കണേ 100 വന്ന എന്തുകൊണ്ടാണ്? ഈ 100 പ്ലസ് 10 എത്ര എണ്ണം ഉണ്ട് കുഞ്ഞുങ്ങളെ? ഇവിടെ 2 എണ്ണം. 10 + 10. പിന്നെ ഏതാ? ഇവിടെ ഒരു 1 കൂടെ. നമ്മൾ ഈ ബോക്സിൽ കിടക്കുന്ന 4 എണ്ണം എടുത്തതാണ്. 11 × 11. കൺഫ്യൂഷൻ ആവില്ലേ കുഞ്ഞുങ്ങളെ? ടെസ്റ്റിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഓരോ മോഡലുകൾ പറയുന്നതാ. ഇങ്ങനെയും ചെയ്യാം ഇങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പം നിങ്ങളോട് ചോദിക്കുക, ഇങ്ങനെ ഇപ്പോൾ 12 അല്ലേ 12 എന്ന് തന്നിട്ട് കോണോട് കോണ്
അല്ലേ, കോർണർ ടു കോർണർ, മൂലകൾ തങ്ങളിൽ എന്താ കുത്തനെയും കൂട്ടുന്നതിന് പകരം കോണോട് കോൺ ആയാലോ, ഒരു കോർണറിൽ നിന്നും മറ്റൊരു കോർണറിലേക്ക് ആയാലോ എന്നാ ചോദിച്ചത്. അപ്പം നമ്മൾ ഇങ്ങനെ എഴുതണം കേട്ടോ, ചോദ്യം കേട്ടിട്ട് വേണം എഴുതാൻ. ഓക്കെ, അപ്പോൾ എങ്ങനെ എഴുതും നോക്കിക്കേ, 11 ഇൻറ്റു അതിന് സംശയമില്ലല്ലോ 11 ഓക്കെ. 100 വന്നാൽ എങ്ങനെയാണെന്നറിയാലോ, അതാണ്ട് ഈ ബോക്സിൽ തന്നത് മാത്രം എഴുതിയാൽ മതി. അന്നേരം 100 വെട്ടിയത് ഏതാ, 10 + 10 പ്ലസ് ഇവിടുത്തെ 1. ഓക്കെ ആണോ? ഇനി 12 എന്നുള്ള അപ്പം നമ്മൾ എങ്ങനെ എഴുതും, 12 തന്നെ ഇവിടെ എഴുതാം കുഞ്ഞുങ്ങളെ. അപ്പം 12 ആകുമ്പോൾ 10ഉം 2ഉം 10ഉം 2ഉം 10 × 10 100 അല്ലേ, 10 × 2 20, 10 × 2 20, 2 × 2 4. കോണോട് കോർണർ ടു കോർണർ അല്ലേ, അങ്ങനെ വയ്ക്കുമ്പോൾ നോക്കിയേ ഇത് രണ്ടുമാണ്. അപ്പം നമ്മൾ അതിനെ എങ്ങനെ എഴുതാം, 100 അല്ലേ, ഫസ്റ്റിലത്തെ 100 വെട്ടിയ 2 ഏതാ, 20 + 20, പിന്നെ ഏതാ ഒരു 4. എളുപ്പമല്ലേ കുഞ്ഞുങ്ങളെ? ഏത് രീതി എളുപ്പമാണ് കേട്ടോ, പക്ഷെ നിങ്ങൾ ആ മോഡലുകളും എങ്ങനെയാണ് ചെയ്യുന്നതെന്നും അറിയണം. ചോദ്യം എന്താണെന്നും കേട്ടിട്ട് വേണം എഴുതാൻ. അടുത്ത കുഞ്ഞുങ്ങളെ 13 ആണെങ്കിലോ, 13 ആണെങ്കിൽ 10 + 3, 10 + 3 അല്ലേ, 10 × 10 100 10 × 3 30, 10 × 3 30, 3 × 3 9. കോണോട് കോണ് ഇങ്ങനെ കേട്ടോ. അപ്പോൾ എങ്ങനെ എഴുതും, 100 എഴുതി അല്ലേ, വെട്ടിയത് 30 + 30 എഴുതി, ഏതാ 9. ഇനി അവർ പറയുന്ന വേണേ നമുക്ക് ഇതിനെ ഒരു സ്റ്റെപ്പ് കൂടെ ആക്കാവുന്ന. ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യം ഉണ്ടോ എന്ന് നിങ്ങൾക്കൊരു സംശയം. ഇതിനെ ഏതൊക്കെ, കൊച്ചൊരു ചാപ്റ്ററാവും നിങ്ങളെ, വളരെ ചെറിയൊരു ചാപ്റ്ററാണ്. ഇതിനെ ഏതൊക്കെ തരത്തിൽ ചെയ്യാം, അത്രയേ ഉള്ളൂ. വർഗ്ഗം കാണുന്നതിന് പല രീതികളുണ്ട്, അത് ഏതൊക്കെയാണെന്നുള്ളതാണ്. ഓക്കെ, 11ന്റെ സ്ക്വയർ, നമ്മൾ 100 എന്ന് പറയുന്നത് 10ന്റെ സ്ക്വയറാണ് അല്ലേ. നോക്കണേ കുഞ്ഞുങ്ങളെ, ഇതിനെ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ഇതാക്കാൻ പോവാം. ഒന്നാമത്തെ നോക്കണേ, 11 × 11 വെച്ചാൽ 11ന്റെ സ്ക്വയറാണ് ആണല്ലോ. 100 എന്ന് പറഞ്ഞാൽ 10ന്റെ സ്ക്വയറാണ് ആണല്ലോ. 10 + 10 എന്ന് വെച്ചാൽ 10 2 വട്ടം ഉണ്ടെന്ന് ആണല്ലോ. 1 എന്ന് വെച്ചാൽ 1ന്റെ സ്ക്വയറാണ്. അപ്പം നമുക്ക് ഇങ്ങനെ ആക്കാം, മനസ്സിലായോ? ഇതിനെ നമുക്ക് ഇങ്ങനെ ആക്കാം. അപ്പോൾ അടുത്തൊന്ന് നോക്കിയേ, 12 × 12 എന്ന് വെച്ചാൽ 12ന്റെ സ്ക്വയർ, 100 എന്ന് വെച്ചാൽ 10ന്റെ സ്ക്വയർ, 20 + 20 എന്ന് വെച്ചാൽ 20 2 വട്ടം, 20 × 2, 4 എന്ന് വെച്ചാൽ എന്താ, 2ന്റെ സ്ക്വയറാണ്. ഇപ്പം പിടികിട്ടിയോ? മനസ്സിലാവുന്നുണ്ടോ? ഇത് ടെസ്റ്റ് ചെയ്തിട്ടേക്കുന്ന ഞാനൊന്ന് പറഞ്ഞു തന്നതേ ഉള്ളൂ കേട്ടോ, എങ്ങനെയാണ് വന്നതെന്ന്. 13 × 13 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ കുഞ്ഞേ, 13ന്റെ സ്ക്വയറാണ്. 100 എന്ന് വെച്ചാൽ എന്താണ്, 10ന്റെ. ഇത് ഓക്കെ ആണല്ലോ, ഇത് ചെയ്യാൻ അറിയാമല്ലോ. ഇതെന്ന് വെച്ചാൽ കോണോട് കോണ് ഉള്ളത്, ആ ബോക്സിലുള്ളത് മാത്രം പറക്കി എഴുതുക എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. ബോക്സിൽ എന്തോ തന്നിട്ടുള്ളോ അത് പറക്കി എഴുതുക. നോക്കിയേ, 20 2 അല്ല, ഓക്കെ, മൂന്നാമത്തെയാണ് 30 2 വട്ടം. അപ്പോൾ 30 × 2 9 എന്ന് പറഞ്ഞാൽ എന്താ, 3ന്റെ സ്ക്വയറാണ്. അപ്പോൾ ആ പേജിനകത്തിൽ ഇതുപോലെ ഈ സെയിം ഇത് തന്നെ എന്താ കുഞ്ഞുങ്ങളെ, 14ന്റെ സ്ക്വയറും. ഇപ്പോൾ നമ്മൾ 13 വരെ ചെയ്തു, 11 12 13, അതുപോലെ തന്നെ 14 15 20ന്റെ വരെയും സ്ക്വയർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യണ്ടല്ലോ, ഏകദേശം ഈ മോഡൽ പിടികിട്ടിയല്ലോ. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? ടെസ്റ്റ് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ, കോണോട് കോണ് വെട്ടുമ്പോൾ എങ്ങനെയാണെന്ന്. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ പേജ് നമ്പർ 10 നമുക്ക് ഒരെണ്ണം ചെയ്യാം. നോക്കൂ കുഞ്ഞുങ്ങളെ, നമ്മളിപ്പോൾ 10ന്റെ 10 11 12 13ന്റെ ഒക്കെ ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്തു, ഇതുപോലെ ഈ രീതി. ഇപ്പോൾ 15 ആണെങ്കിൽ എന്താ, 15ന്റെ സ്ക്വയർ എന്ന് വെച്ചാൽ 100ന്റെ സ്ക്വയറേ അധികം ഇല്ലേ. ഇവിടെ എന്തോ ആവും, പിന്നെ 15 അല്ലേ, അപ്പം 50 വരെ അല്ലേ. 11 ആയപ്പോൾ 10 12 2 20 3 50 50 × 2 വരും അല്ലേ, അല്ലയോ കുഞ്ഞുങ്ങളെ? അതായത് നോക്കിയാൽ 2 ആയപ്പോൾ 20, 3 ആയപ്പോൾ 30, അപ്പം 4 ആയപ്പോൾ 40, 5 ആയപ്പോൾ 50, അങ്ങനെ അല്ലേ. 15 ആയപ്പോൾ 50 × 2 വരും. പെട്ടെന്ന് ചെയ്യാവുന്ന, കാണാതെ പഠിക്കേണ്ട കാര്യം. ഇതൊന്ന് നോക്കുമ്പോഴേ ചില കുട്ടികൾക്ക് മനസ്സിലാവും കേട്ടോ. എന്തിനാ ടീച്ചർ ഇത്രയും കിടന്ന് പറയുന്നത്, 8ാം ക്ലാസ് അല്ലേ ഞങ്ങൾ, ഇത് എന്ത് ചെയ്യും കൊച്ചു പിള്ളേരെ കൂട്ട് പറയുന്നതെന്നൊക്കെ ചോദിക്കാം. അപ്പോൾ അറിയാൻ വയ്യാത്തവർക്കാവും ഞങ്ങളെ ഒന്നും കൂടി ഒന്ന് പറയുന്നത് കേട്ടോ. അടുത്ത നമ്മുടെ പേജ് നമ്പർ 10 നമ്മളെല്ലാ പേജും കവർ ചെയ്ത് പോവുക, കാരണം ഫുൾ ചാപ്റ്റർ അങ്ങ് എടുക്കുക. പേജ് നമ്പർ 10 എന്താ, ഈ സെയിം ഇതുപോലെ തന്നെ 20 21 22 23 ഇതിൻ്റെയൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ 20 വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യാം, നമുക്കൊരു 22ന്റെ സ്ക്വയർ നോക്കൂ കുഞ്ഞുങ്ങളെ. 22 എന്ന് വെച്ചാൽ എന്താണ്, 20 + 2, പിന്നെന്താ 20 + 2. നമ്മൾ ബോക്സിലാണെങ്കിൽ അതിനെ എങ്ങനെ എഴുതും, നമുക്കൊരു ബോക്സ് ചെയ്യാം, എന്നിട്ട് അല്ലാതെ ചെയ്യാം. ഇവിടെ 20 2, ഇവിടെ 20 2, 2 2 4 4, 0 എത്ര ഉണ്ടെന്ന് വെച്ചാൽ 2 0. ഈ 0 എഴുതുന്നത് ചിലക്ക് എന്താ 20 × 2 40 എന്നൊക്കെ എഴുതി വെക്കുന്നവരുണ്ട് കേട്ടോ, ആലോചിച്ചിട്ട് വേണേ. 2 2 4 0 ഒരെണ്ണം, 0ത്തിലാണ് കേട്ടോ. 2 2 4 0 2 2 4. മുമ്പ് നമ്മൾ പറഞ്ഞ രീതി തന്നെ ചെയ്യാം, കോണോട് കോണ് നോക്കിയോ നിങ്ങളെ കണ്ടേ. അപ്പോൾ പിന്നെ ഇനി ആരൊക്കെയുണ്ട്,
20ൻ്റെ സ്ക്വയർ എന്ന് നമുക്ക് എഴുതാം. 20 22ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് നമ്മൾ എഴുതി എത്ര കുഞ്ഞുങ്ങളെ? 400 അല്ലേ? 400 പിന്നെ നമ്മൾ 2 വട്ടം എടുത്ത ഏതാ? 40 + 40 40 + 40 ഇതാണ് എടുത്തത്. പിന്നെ ഏതുണ്ട്? ഒരു 40യും കൂടെ കിടപ്പുണ്ട് അല്ലേ? സോറി കുഞ്ഞ്, 40 അല്ല 4, 2 × 2 4 ആണ്. അപ്പോൾ ഒരു 4 കൂടെ കിടപ്പുണ്ട്. മനസ്സിലാവുന്നുണ്ടോ എൻ്റെ പൊന്നു കുഞ്ഞുങ്ങളെ? അതായത് 22ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യണം. 20 + 2 20 + 2 20 + 2 എന്ന് മുകളിൽ കൊടുക്കുക, 20 + 2 എന്ന് താഴെ കൊടുക്കുക. ഇനി അവർ ഇപ്പോഴത്തെ ഈ മെത്തേഡിൽ പറഞ്ഞ് നിങ്ങൾ കുത്തനെ എന്ത് ചെയ്യുക? കൂട്ടുക. എന്നിട്ട് ഇങ്ങനെ കൂട്ടുക എന്ന് കുത്തനെ. ഇതുവരെ നമ്മൾ നേരെ ഇട്ട് 400 + 40 440 40 + 4 44 എന്നിട്ട് അത് രണ്ടും കൂടെ കൂട്ടിയായിരുന്നു നമുക്ക് കിട്ടുന്നത്. ഇനി നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ട, കുത്തനെ ചെയ്യൂ. അവർ പറയുന്ന രീതി നമുക്ക് കേൾക്കണ്ടേ? കുത്തനെ ചെയ്യൂ. അപ്പോൾ എന്ത് ചെയ്യാം? കുത്തനെ നോക്കുക. 400നെ അതുപോലെ എഴുതി കുത്തനെ 2 40 40 പിന്നെ ഇനി എഴുതാനുള്ള 4 ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. അപ്പം നമുക്ക് ഈ രീതിയിലോട്ട് ഇത് ഫസ്റ്റ് അല്ലേ? രണ്ടാമതാകുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 400 എന്ന് പറയുന്നത് 20ൻ്റെ സ്ക്വയർ ആണ്. 40 2 വട്ടം എന്ന് വെച്ചാൽ 40 × 2 ആണ്. 4 എന്ന് വെച്ചാൽ എന്താ കുഞ്ഞുങ്ങളെ? 2ൻ്റെ സ്ക്വയർ ആണ്. ഇങ്ങനെ എഴുതാനാണ് പറഞ്ഞത് കേട്ടോ. 2ൻ്റെ സ്ക്വയർ ആണ് ഇങ്ങനെ എഴുതാൻ. ഇപ്പം പിടികിട്ടിയോ കുഞ്ഞുങ്ങളെ? അങ്ങനെയാണെങ്കിൽ നമ്മൾ 23ൻ്റെ സ്ക്വയർ എങ്ങനെ എഴുതും? 23 ഇവിടെ എഴുതുക അല്ല, 20 + 3 അല്ലേ? അപ്പം ഇവിടെ 3 എഴുതുക, ഇവിടെ 3 എഴുതുക. 3 9 ആയിരിക്കും. ഇത് ഈ സെയിം ഇത് തന്നെ വന്നിട്ട് ലാസ്റ്റിൽ 9 വരും അല്ലേ? 23 അല്ലേ? 23 ആകുമ്പോൾ ഇവിടെ ചേഞ്ച് ചെയ്യും അല്ലേ? 60 വരും. 23 ആകുമ്പം 60 × 2 അല്ലേ? എന്തുകൊണ്ടാണ്? 3 ഇവിടെ 3 ആയതുകൊണ്ട് 3 അല്ലേ? ചെയ്ത് കാണിക്കണോ കുഞ്ഞുങ്ങളെ? ഒരെണ്ണോടെ ചെയ്യാം. ആ ഡൗട്ട് അങ്ങ് മാറുമല്ലോ. നമുക്ക് 24ൻ്റെ അല്ലേ? 23 എങ്കിൽ 23 നോക്കിക്കേ. 20 ഡൗട്ടുകളൊന്നും ഇട്ടേക്കണ്ട. 23 എന്ന് വെച്ചാൽ 20 + 3 20 + 3 നിങ്ങൾ കുറേ ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ ഓട്ടോമാറ്റിക്കലി നിങ്ങളിതങ്ങ് ചെയ്യും കേട്ടോ. 20 + 3 ഓക്കെ ആണോ? അപ്പോൾ 2 2 4 400 2 3 6 60 2 3 6 400 ആണ് കണ്ടോ? ഇപ്പം തന്നെ ഉണ്ടോ? 2 2 4 2 0 2 3 6 0 2 3 6 60 3 3 9 കോണോട് കോണ്. അപ്പോൾ എങ്ങനെ എഴുതും? എങ്ങനെ എഴുതാം കുഞ്ഞുങ്ങളെ? നോക്കിയേ. നമുക്ക് 23ൻ്റെ സ്ക്വയർ എന്ന് എഴുതിയിട്ട് 400 + 60 + 60 + 90 3 9 ഒന്നീ 0 കൂടുമല്ലേ? 3 9 ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? അപ്പം 400 എന്ന് പറയുന്നത് എന്താ? 20ൻ്റെ സ്ക്വയർ ആണ് അല്ലേ? 60 2 വട്ടം 60 × 2 ഓക്കെ ആണോ? + 9 എന്ന് വെച്ചാൽ എത്ര? 3ൻ്റെ സ്ക്വയർ ആണ്. കണ്ടോ? ഇങ്ങനെ എഴുതാൻ. മനസ്സിലായോ? ഇത്രയും മതി കുഞ്ഞുങ്ങളെ. ഇത്രയും എഴുതുമ്പോൾ തന്നെ ഇപ്പം നിങ്ങൾക്ക് കുറേയൊക്കെ പിടികിട്ടിയെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ 25 26 ആ പേജിനകത്തിൽ 10ാമത്തെ പേജിനകത്തിൽ ഇങ്ങനെ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. 10ാമത്തെ പേജിൽ ഓക്കെ ആണോ? അപ്പോൾ നമുക്ക് 11ാമത്തെ പേജിൽ പഠിക്കാം. നോക്കൂ കുഞ്ഞുങ്ങളെ, നമ്മൾ എല്ലാ പേജുകളും ചെയ്യുന്നുണ്ട്, ഒന്നും വിടുന്നില്ല കേട്ടോ. അപ്പോൾ 79ൻ്റെ സ്ക്വയർ എല്ലാത്തിൻ്റെയും ഇപ്പം 4 5 എണ്ണമൊക്കെ ഒരു പാഠത്തിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 2 3 ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം എല്ലാ മോഡൽ ഇങ്ങനെ അങ്ങ് പഠിച്ചാൽ മതി. അടുത്ത നോക്കി 79ൻ്റെ സ്ക്വയർ അല്ലേ? നമ്മൾ എങ്ങനെ ചെയ്യും? നമുക്കൊരു ബോക്സ് ഇട്ട് മുമ്പ് ചെയ്ത പോലെ ബോക്സ് ഇടുക. ഓക്കെ. 79 എന്ന് പറയുന്നത് എന്താ കുഞ്ഞുങ്ങളെ? 70 + 9 70 ഇപ്പം നിങ്ങൾക്ക് വിചാരിച്ചാണ് ഈസി ആയതെന്നല്ലേ? ഇല്ലയോ? എളുപ്പമല്ലേ കുഞ്ഞുങ്ങളെ? 70 9 70 9 അല്ലേ? ഇതാണ് ഇവിടെ സംഭവിച്ചത്. ഇത് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇത്രയും നോക്കണേ നിങ്ങൾ. ഓക്കെ. 7 7 49 ചാടി കയറി എഴുതി വെക്കല്ലേ എൻ്റെ പൊന്നു കുഞ്ഞുങ്ങളെ. 0യുടെ എണ്ണം നോക്കണേ കേട്ടോ. ഇവിടെ നോക്കിക്കേ. 0 എത്ര ഉണ്ട്? 2 എണ്ണം കേട്ടോ. 7 7 49 അല്ലേ? ഇവിടെ 7 അല്ലേ? 7 9 9 7 63 ആണ്. 7 9 63 0 ഉണ്ടോ? 0 ഓക്കെ. അടുത്ത 7 9 63 ആണ്. 0 ഉണ്ട് ഒരെണ്ണം. ഓക്കെ. 9 9 81 ആണ്. ഓക്കെ. കോണോട് കോണടി. ഓക്കെ. ഓരോ കണക്കും നമ്മളോട് ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞെങ്കിൽ മാത്രം ഇങ്ങനെ ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇത് രണ്ടും കൂടി ഇവിടെ കൂട്ടി ഇത് രണ്ടും കൂടി ഇവിടെ കൂട്ടി അതല്ലെങ്കിൽ ഇതിവിടെ കൂട്ടി എങ്ങനെയും കൂട്ടി എഴുതുക എന്നുള്ളതാണ്. പക്ഷെ നമ്മളോട് ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിനെ നോക്കിയേ എങ്ങനെ എഴുതാം? 49 0 0 എന്താ? 79ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 49 0 0 + 630 2 വട്ടം ഉണ്ട് എന്നാണ് പറയുന്നത് അല്ലേ?
630 രണ്ട് വട്ടമുണ്ട് പ്ലസ് 81 ഇതല്ലേ നിങ്ങളിവിടെ വന്നേ അല്ലേ. അപ്പം നോക്കിക്കേ 49 00 60 നമുക്ക് എങ്ങനെ എഴുതാം 630 രണ്ട് വട്ടം ഉണ്ടെന്ന് അല്ലേ. നമ്മൾ ആ മോഡലിലോട്ട് മാറ്റുക 81 അല്ലേ, ഇങ്ങനെ ആക്കാം. പിന്നെ എങ്ങനെ എഴുതാം 69 ഇത് രണ്ട് വട്ടമുണ്ട് ഓക്കെ. പിന്നെ നോക്കൂ നിങ്ങൾ രണ്ട് വട്ടമുണ്ട് ഓക്കെ. ഇനി നമുക്കിതിനെ വീണ്ടും ഇതാക്കാം എന്താ പ്ലസ് 630 ഞാൻ പറയുന്ന ചിലപ്പോൾ ഒന്നായിരിക്കും എഴുതുന്ന ഒന്നായിരിക്കും കേട്ടോ. ഇതേ നോക്കിയാൽ മതി കേട്ടോ. 630 81 എന്ന് പറയുന്നത് എന്താവും നിങ്ങളെ 9ൻ്റെ സ്ക്വയറാണ്. ഓക്കെ ആണോ? ചെയ്യാൻ അത് ഇത്രയും വരെ കൊണ്ടെത്തിക്കാൻ നിങ്ങൾക്ക് അറിയത്തില്ലേ? ഇത് ബോക്സ് വെച്ച് വരയ്ക്കാൻ അറിയത്തില്ലേ? അത് ഇങ്ങനെ ആയിരിക്കും ചോദിക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം നോക്കൂ നിങ്ങളെ 4900 പ്ലസ് 630 ഇൻറ്റു 2 എന്ന് പറയുന്നത് 02 236 62 12 കാണാൻ പറ്റുന്നുണ്ടോ? 1260 9ൻ്റെ സ്ക്വയർ നമ്മൾ എന്തിനാ പിന്നെ ഇങ്ങനെ എഴുതുന്നതെന്ന് ചോദിക്കത്തില്ലയോ? ഈ 81 നമ്മൾ ഓൾറെഡി കിട്ടിയ പിന്നെ നമ്മൾ കേട്ടോ ഈ രീതിയിൽ തന്നെ അങ്ങ് പഠിക്കാൻ വേണ്ടി കേട്ടോ. അപ്പോൾ കൂട്ടാൻ എളുപ്പമാവും നിങ്ങൾ 49 00 12 60 81 1 6 12 14 9 10 12 പിന്നെ 4 5 1 6 ഓക്കെ 6 2 4 1 ഇതൊക്കെ കണ്ട എളുപ്പം. ഇത് കണ്ട ഇഷ്ടപ്പെട്ടോ? ഇച്ചിരി ഇതുവരെ ചെയ്തതിൽ ഇച്ചിരി വലുതായിട്ട് തോന്നില്ലേ? കാരണം എന്താണെന്ന് ഈ 9 കേട്ടോ അതൊക്കെ വന്നുകൊണ്ടാണ്. മുമ്പ് നമ്മൾ 11 15 25 എന്നൊക്കെ ചെയ്തുകൊണ്ട് നമുക്കത് എളുപ്പം. ഇങ്ങനെ ഒരു മെത്തേഡ് തന്നതുകൊണ്ട് ഇങ്ങനെ ചെയ്യാൻ കോണോട് കോണ് ചെയ്യാൻ പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഇത്രയും സ്പ്ലിറ്റ് ചെയ്തത് കേട്ടോ. ഓക്കെ ആണോ? അങ്ങനെയെങ്കിൽ നമുക്ക് ആ എക്സർസൈസിലെ ക്വസ്റ്റ്യൻ നോക്കാം. അപ്പം നമ്മൾ എക്സർസൈസ് ചെയ്യാൻ കുഞ്ഞുങ്ങളെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ഒന്നാമത്തെ എക്സർസൈസാണ് നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ വേറെ രീതിയിലൊക്കെയാണ് ചെയ്തത്. എങ്ങനെയെല്ലാം വർഗ്ഗം പല രീതിയിലും വർഗ്ഗം കാണാം. അപ്പോൾ ടെസ്റ്റിൽ തന്നിരിക്കുന്ന രീതി വെച്ചിട്ട് ഇതിനെ നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് പല രീതിയിലും നമ്മുടെ ടെസ്റ്റിൽ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് വർഗ്ഗം കാണാൻ കേട്ടോ, സ്ക്വയർ കാണാൻ. അപ്പം നമ്മുടെ ടെസ്റ്റിലെ ഒന്നാമത്തെ എക്സർസൈസ് ടെസ്റ്റിലെ തന്നെ മെത്തേഡ് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അവരെങ്ങനെയാണ് ചെയ്തത് നോക്കിക്കേ. 64ൻ്റെ സ്ക്വയർ ആവും ഞങ്ങളെ ആദ്യം തന്നിരിക്കുന്നത്. 64 എന്ന് വെച്ചാൽ എന്താ 60 + 4 60 + 4 അതിപ്പോൾ ആര് ചെയ്താലും അത് തന്നെ ഓക്കെ ആണോ? അപ്പോൾ 64 എന്ന് പറയുന്നത് 60ഉം 4ഉം കൂടെ എന്ത് ചെയ്യുക 60 4 എന്ന് പറയുന്ന രണ്ട് സംഖ്യകളാണ് ഓക്കെ. അതിൻ്റെ സ്ക്വയറാണ് 64ൻ്റെ സ്ക്വയർ എന്നാണ്. നിങ്ങൾ ഇതൊന്ന് പഠിച്ചോണം കേട്ടോ. 64ൻ്റെ സ്ക്വയർ 60 4 ഓക്കെ ആണോ? ഇനി നമ്മൾ ഇനി എങ്ങനെ എഴുതുമെന്നറിയോ? നോക്കിയോ നിങ്ങളെ 60 ഇതിനകത്തിൽ എത്ര വട്ടമുണ്ട്? 2 വട്ടം. അപ്പം നമ്മൾ എങ്ങനെ എഴുതണം 60 2 വട്ടം ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? ഇനി ഇതിനകത്ത് തന്നിരിക്കുന്ന ഈ അഡീഷണൽ സംഖ്യകൾ ആ ക്ലൂ ഓർത്ത് വെച്ചാൽ മതി. ഇവിടെ ഒരു ഈ സ്പ്ലിറ്റ് എന്താ 60 4 ഇവിടെ ഒരു 2 ആദ്യമായതുകൊണ്ട് ഇത് ഇങ്ങനെ മെത്തേഡുണ്ടോ എന്നൊരു ചോദ്യം വരും. ടെസ്റ്റിലെ എക്സർസൈസാണ് കുഞ്ഞുങ്ങളെ. ഈ രീതിയിൽ നമ്മൾ എങ്ങനെ ചെയ്യുമെന്ന ടെസ്റ്റിൽ തന്നിരിക്കുന്ന രീതിയിൽ എങ്ങനെ ചെയ്യും. അപ്പോൾ ഇത് നിങ്ങൾ നല്ലതുപോലെ ഒന്ന് പഠിക്കണേ ടെസ്റ്റിലെ കേട്ടോ. നോക്കൂ കുഞ്ഞുങ്ങളെ 64ൻ്റെ സ്ക്വയറാണ് നമ്മുടെ ചോദ്യം. 64 അല്ലെ 64 എന്ന് വെച്ചാൽ 60 + 4 60 + 4 ആണ്. നമ്മളെല്ലാം അത് പഠിച്ചതാണ് അല്ലേ. അപ്പോൾ 64ൻ്റെ സ്ക്വയർ എന്ന് വെച്ചാൽ 60 4ഉമാണ് ഇവിടുത്തെ കഥാപാത്രങ്ങൾ ആണല്ലോ. അപ്പോൾ നോക്കൂ നിങ്ങൾ 60 ഇവിടെ എത്ര വട്ടമുണ്ട്? 2 വട്ടമുണ്ട് ഇല്ലേ. 4 ഇവിടെ എത്ര ഉണ്ട്? നോക്കൂ നിങ്ങൾ ഇച്ചിരി ഇങ്ങോട്ട് നീക്കി. അത് ആദ്യമായിട്ടായതുകൊണ്ട് ഞാൻ പറയാം 4 ഇങ്ങോട്ട് നീക്കി 4ഉം 2 വട്ടമുണ്ട് അല്ലേ. പിന്നെ ഇതിനകത്തിൽ അഡീഷണൽ ഇപ്പം നമ്മൾ വന്നേക്കുന്ന 3 കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? ആദ്യമായിട്ടായതുകൊണ്ട് നിങ്ങൾക്ക് ഡൗട്ട് വരും. എന്നാലും ഞാൻ 2-3 എണ്ണം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അധികം വന്ന കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് 60 അല്ലേ, പിന്നെ ഇൻറ്റു പിന്നെ ആരാ ഒരു 4 പിന്നെ ഇവിടെ ഒരു 2 ഈ 3 എണ്ണത്തിനെ അങ്ങ് എഴുതി വെച്ചാൽ മതി. മനസ്സിലായോ? 1-2 എണ്ണം ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും കേട്ടോ. അതായത് 60ൻ്റെ സ്ക്വയർ എന്താ 6 36 36 ഇട്ടിട്ട് 2 0 കാരണം ഇതിൻ്റെ സ്ക്വയർ 2 വട്ടം 2 0 അതൊക്കെ അറിയാമോ. പ്ലസ് 6 4 24 24 ഇൻറ്റു 2 48 48 ഇട്ടിട്ട് ഇവിടെ ഒരു 0 ഉണ്ട് 0 പ്ലസ് 4ൻ്റെ സ്ക്വയർ 4 ഇൻറ്റു 4 4 16 കേട്ടോ. അപ്പം നമുക്ക് 3600 480 16 6 2 9 6 4 10 40 96
മനസ്സിലായോ? ഈ രീതിയിൽ ചെയ്യാനാണ്. ടെസ്റ്റിൽ പല രീതിയിലും പലതും ചെയ്തിട്ടുണ്ട് കുഞ്ഞുങ്ങളെ. നിങ്ങളതുകൊണ്ട് നേരത്തെ ആ ഫസ്റ്റ് ലിങ്കിൽ ഇങ്ങനെ അല്ലല്ലോ എന്ന് വരത്തില്ലയോ? എല്ലാ ആൻസർ ഇതൊക്കെ തന്നെ. പിന്നെ അതിനകത്തിൽ ഒരുപാട് മോഡൽ, ഇങ്ങനെ കുത്തനെ ചെയ്യൂ, നേരെ ചെയ്യൂ എന്നൊക്കെ കൊടുത്തിട്ടില്ലയോ? അപ്പോൾ നമ്മൾ അതിൻ്റെ എക്സസൈസ് വെച്ചിട്ടാണ് ഇപ്പം ചെയ്യുന്നത് കേട്ടോ. അടുത്ത നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 35ൻ്റെ സ്ക്വയറാണ്. അപ്പോൾ നമ്മളെങ്ങനെ ചെയ്യും? നിങ്ങളെങ്ങനെ ചെയ്യും കുഞ്ഞുങ്ങളെ? നോക്കിക്കേ, നമ്മൾ പറഞ്ഞിട്ടുണ്ട് 30 + 5 അല്ലേ? വീണ്ടും എന്താ? 30 + 5. ഇനിയിപ്പം നിങ്ങൾക്ക് അങ്ങ് മനസ്സിലാവും. അതായത് 35ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നതിലെ കഥാപാത്രങ്ങൾ ആരാ? 30ഉം 5ഉമാണ് അല്ലേ? അപ്പോൾ ഇതിലെ അഡീഷണൽ വന്ന ആ 3 പേരെ നമുക്കറിയത്തില്ലേ? അപ്പോൾ എങ്ങനെ എഴുതാം? 30ൻ്റെ സ്ക്വയർ അല്ലേ? 30ൻ്റെ സ്ക്വയർ, അതായത് 30 2 വട്ടം, പിന്നെ ഇവിടെ വേറെ ആരാ 2 വട്ടം? 5 2 വട്ടം കേട്ടോ. ഇനി ആദ്യമായിട്ട് പറയുന്നതുകൊണ്ടാണ് ഈ ദൂരെ എഴുതുന്നത്. ഇനി അല്ലാതെ പറയുമ്പോൾ നമ്മൾ എന്താ ഇതുപോലെ തന്നെ അങ്ങ് എഴുതണം. 30 2 വട്ടം എഴുതി, 5 2 വട്ടം. ഇനി ഇതിനകത്തിലെ അധികത്തിൽ വന്ന ആരൊക്കെയാ? അവരെ എന്ത് ചെയ്യണമെന്നറിയോ? പ്ലസ് കേട്ടോ. ഈ പ്ലസ് 30 ഉണ്ട് ഇൻറ്റു 5 ഉണ്ട് ഇൻറ്റു 2. 30 ഉണ്ട് 5 ഉണ്ട് 2 ഉണ്ട്. ആദ്യമായിട്ടാകുമ്പോൾ ഒരു കൺഫ്യൂഷനൊക്കെ കാണും. എന്നാലും നോക്കുക, 30ൻ്റെ സ്ക്വയർ എത്ര കുഞ്ഞുങ്ങളെ? 3 9. എത്ര? 0ൻ്റെ സ്ക്വയർ 2 പ്ലസ് 3 5 15. 15 2 30 അല്ലേ? 30, പിന്നെ ഇവിടെ ഒരു 0 300 പ്ലസ് 5ൻ്റെ സ്ക്വയർ 25 അല്ലേ? അപ്പോൾ എന്താ? 900 300 25. 5 2 9 10 11 12 12 25. ഓക്കെ ആണോ? എളുപ്പമല്ലേ? അടുത്തോട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അടുത്ത ഓക്കെ കുഞ്ഞുങ്ങളെ, 47ൻ്റെ സ്ക്വയർ നമുക്കറിയാം. 40 + 7. ഇനിയിപ്പം നമ്മളങ്ങനെ അകത്തിയൊന്നും എഴുതണ്ട, നമുക്കറിയാം 40 + 7. അപ്പോൾ അതിനെ നമ്മൾ എങ്ങനെ എഴുതാം? 47ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 40ഉം 7ഉമാണ്. ഇപ്പോൾ ആ 3 കഥാപാത്രങ്ങളെ കിട്ടി. ഇനി ഇപ്പം നമുക്ക് ഗ്യാപ്പ് ഇട്ട് എഴുതണ്ട. 40ൻ്റെ എങ്ങനെ എഴുതാം? 40 2 വട്ടം പ്ലസ് അധികത്തിലെ കഥാപാത്രങ്ങളെ ബ്രാക്കറ്റിലിടുക. 40 × 7 40 7 2. ഇനി മനസ്സിലായല്ലോ? ഓക്കെ ആണോ നിങ്ങളെ? ഇനി 7 എത്ര വട്ടമുണ്ട്? 2. ഇനിയിപ്പോൾ നമ്മളങ്ങനെ ഗ്യാപ്പ് ഇട്ട് എഴുതണ്ട, കാര്യം നമുക്ക് പിടികിട്ടി. അധികത്തിൽ വന്ന 3 പേരെ അതിനകത്തിൽ കയറ്റുക എന്നുള്ളതാണ് കേട്ടോ. അപ്പം 400ൻ്റെ സ്ക്വയർ 4 16 0 2 വട്ടം പ്ലസ് 7 4 28 28 2 2 56 അല്ലേ? 2 56. ഓക്കെ നിങ്ങളെ 56 0 ഉണ്ടല്ലോ. ഓക്കെ, ഒരു 0 പ്ലസ് 7ൻ്റെ സ്ക്വയർ 7 7 49. നോക്കാം, 1600 560 49 9 6 4 10 6 5 11 12 1 2 22. നോക്കൂ നിങ്ങളെ, 22 0 9. കണ്ടോ? ഓരോന്നും നോക്കണേ. ഓക്കെ ആണല്ലോ? കുറേയൊക്കെ മനസ്സിലായല്ലോ. അടുത്ത 5ാമത്തത് 53ൻ്റെ സ്ക്വയർ. 53 നമുക്ക് എങ്ങനെ എഴുതാം? നമുക്കറിയാം 50 + 3 50 + 3. ഓക്കെ ആണല്ലോ? 50 + 3 50 50. അപ്പോൾ നമ്മളെങ്ങനെ എഴുതും? 50ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 50ഉം 3ഉമാണ്. 3 പേരെയും കിട്ടി. അപ്പോൾ എങ്ങനെ എഴുതും? 50ൻ്റെ സ്ക്വയർ എത്ര കുഞ്ഞുങ്ങളെ? അപ്പോൾ നമ്മൾ എഴുതുന്ന 50 2 വട്ടമുണ്ട്. പിന്നെ 3 കഥാപാത്രങ്ങളെ എടുത്തുകൊണ്ട് ഒരു ആരൊക്കെയാ? 50 50 3 2 50 × 3 × 2. പിന്നെ ഇവിടെ ആരാ? 3ൻ്റെ സ്ക്വയർ. ഇവിടെ 50 2 വട്ടമുണ്ട്, 3 2 വട്ടമുണ്ട്. അപ്പോൾ അതാണ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് വരുന്നത്. ഇനി അധികത്തിൽ വരുന്ന ആരാ? 50 3 2. ഓക്കെ ആണോ? അപ്പോൾ 50ൻ്റെ സ്ക്വയർ എത്ര? 5 5 25 0 2 വട്ടം പ്ലസ് 5 3 15 15 2 30. അപ്പം 30 0 വല്ലതും ഉണ്ടോ? ഉണ്ട്, ഒരു 0 പ്ലസ് 3ൻ്റെ സ്ക്വയർ 9 3 9. കൂട്ടിയേ 2 5 3 8 അല്ലേ? 2 5 3 8 0 9. ഇങ്ങനെ ഉണ്ട്. എളുപ്പമല്ലേ? 2 3 ചെയ്തപ്പോൾ ഓക്കെ അല്ലേ കുഞ്ഞുങ്ങളെ? ഓക്കെ. അടുത്ത ആ എക്സസൈസിലെ ഒരെണ്ണം കൂടെ ഉണ്ട് കുഞ്ഞുങ്ങളെ. 88ൻ്റെ സ്ക്വയർ എഴുതാം. എത്ര? 88ൻ്റെ സ്ക്വയർ എങ്ങനെ എഴുതാം? 80 + 8 80 + 8 അല്ലേ? നല്ലപോലെ നോക്കണേ എൻ്റെ പൊന്നു കുഞ്ഞുങ്ങളെ. 80ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 80ഉം 8ഉമാണ് അതിലെ കഥാപാത്രങ്ങൾ അല്ലേ?
ഓക്കെ. അപ്പോൾ നമുക്ക് എഴുതാം 80ൻ്റെ സ്ക്വയറുണ്ട് അല്ലേ, ഇവിടെ 8ൻ്റെ സ്ക്വയറുണ്ട്. അധികത്തിൽ വന്ന കഥാപാത്രങ്ങൾ ആരൊക്കെയാണ് ഇവിടെ? ആരൊക്കെയാണ് കുഞ്ഞുങ്ങളെ? അധികത്തിൽ വന്നവരെ ബ്രാക്കറ്റ് കെട്ടിക്കുക. 80 ഉണ്ട്, 8 ഉണ്ട്, പിന്നെ ഒരു 2 ഉണ്ട് അല്ലേ. 80, 80, 8, 2. ഓക്കെ. 80ൻ്റെ സ്ക്വയർ 8 8 64 അല്ലേ, 6400. 64 ഇട്ടിട്ട് 2 0 പ്ലസ് 8 8 64, 64 2, 64 2, 2 4 8, 6 2 12, 128, 120, 6 12, 128 അല്ലേ. 0 വല്ലതും ഉണ്ടോ? ഇവിടെ ഒരു 0 ഉണ്ട്. പ്ലസ് 8 8 64. നോക്കാം കുഞ്ഞുങ്ങളെ. 6400, 12 80, 64, 4, 8 6 6 6 14, ശിഷ്ടം 1, 4 2 6 1 7, 6 1 7, 77 44. അപ്പോൾ ആ എക്സസൈസും ചെയ്തു. ഓക്കെ. അപ്പോൾ നോക്കൂ ഞങ്ങളെ, നമ്മൾ അതിൻ്റെ ബാക്കിയായിട്ട് എടുക്കാം. ദശാംശ വർഗ്ഗങ്ങൾ ഡെസിമൽ സ്ക്വയർ. ഈ സ്ക്വയർ ഡെസിമലി വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ്? എന്തുവാ ഈ ഡെസിമൽ? നമ്മൾ അറിയാം അല്ലേ. ഇപ്പോൾ 6.5 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഇത് ഡെസിമലിൽ തരുന്ന ഇതിനെ നമ്മൾ ഫ്രാക്ഷനിലോട്ട് മാറ്റാൻ ഇതിനെ അതുപോലെ എഴുതിയിട്ട് പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു സ്ഥാനമായതുകൊണ്ട് 10 ഇട്ട് കൊടുക്കുക. ഇതാണ് ഡെസിമൽ കേട്ടോ. അങ്ങനെയാണെങ്കിൽ 23 16 എന്ന് തരികയാണെങ്കിലോ 16 കൂട്ടി വായിക്കല്ലേ കുഞ്ഞുങ്ങളെ. 16 പോയിന്റ് കഴിഞ്ഞ് എപ്പോഴും ഓരോ ഡിജിറ്റ് എടുത്തേ പറയാം കേട്ടോ, കൂട്ടി വായിക്കരുത്. അപ്പം 23.16 എന്ന് പറയുന്നതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 2316 എന്ന് എഴുതിയിട്ട് ബൈ പോയിന്റ് കഴിഞ്ഞിട്ട് 2 സംഖ്യയുണ്ട്, 2 0 വരുന്ന 100-ന്. ഇതാണ് ഫ്രാക്ഷനെ ഡെസിമലിനെ ഫ്രാക്ഷൻ ആക്കുന്നത് കേട്ടോ. ഇതിനൊന്നും അറിയത്തില്ലെങ്കിൽ എൻ്റെ ലിങ്കിൽ ഡെസിമലിനെ ഫ്രാക്ഷൻ ആക്കുന്നതൊക്കെ ഒരുപാട് ലിങ്കുകളൊക്കെ കിടപ്പുണ്ട്. കുഞ്ഞുങ്ങളെ അറിയാൻ വയ്യാത്തവരൊക്കെ അത് കയറി കണ്ടോ. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, 2.9846 എന്നൊക്കെ വരുവാന്ന് വെച്ചു. നമ്മൾ എന്താ ചെയ്താൽ അത് ഈ സംഖ്യ അതുപോലെ അങ്ങ് എഴുതണം. 2 9 8 4 സംഖ്യ ഏതോ ആയിക്കോട്ടെ, നമുക്കതൊന്നും ഒരു പ്രശ്നമേ അല്ല. പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര ഡിജിറ്റ് വരുന്നുണ്ടെന്ന് നോക്കുക. നോക്കൂ കുഞ്ഞുങ്ങളെ, പോയിന്റ് കഴിഞ്ഞിട്ട് 1 2 3 4. അപ്പം നമ്മളെന്താ 4 0 വരുന്നത് ആരാ നോക്കിക്കേ? 10,000. ഇത്രയേ ഉള്ളൂ സംഭവം. ഇതാണ് ഫ്രാക്ഷന്, ഡെസിമലിൻ്റെ ഫ്രാക്ഷൻ, ദശാംശത്തെ പിന്നെ സംഖ്യയിലോട്ട് മാറ്റുന്നത് ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മളോട് ചോദിച്ചത് ഈ സ്ക്വയറുകളുടെ എങ്ങനെയാണെന്നാവും. നോക്കൂ കുഞ്ഞുങ്ങളെ, അതിൻ്റെ ഒരു ചോദ്യം തന്നിട്ടുണ്ട് നമ്മുടെ ടെസ്റ്റിൽ. പേജ് നമ്പർ എത്ര നോക്കട്ടെ കുഞ്ഞുങ്ങളെ. പേജ് നമ്പർ 11 നമ്മളെല്ലാം അങ്ങ് ചെയ്യുക കേട്ടോ, ഒന്നും ഇട്ടേക്കുന്നില്ല നിങ്ങൾക്ക് ആ ഡൗട്ട് മാറാൻ വേണ്ടി. പേജ് നമ്പർ 11 ചോദ്യം കുഞ്ഞുങ്ങളെ നോക്കിയേ. വശങ്ങളുടെ എല്ലാം നീളം അല്ലേ. നമുക്ക് ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് എന്താ തന്നത്? സമചതുരത്തിൻ്റെ ഏരിയ. ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് ഏരിയ ഓഫ് ദ സ്ക്വയർ കേട്ടോ. സ്ക്വയർ എന്ന് വെച്ചാൽ സമചതുരം കുഞ്ഞുങ്ങളെ കേട്ടോ. സമചതുരത്തിൻ്റെ ഏരിയ തന്നിട്ടുണ്ട് കുഞ്ഞുങ്ങളെ. എന്താ ഏരിയ ഉണ്ട്. അതിൻ്റെ എല്ലാം വശങ്ങളുടെ ലെങ്ത് തന്നിട്ട് 3.7 മീറ്റർ, 3.7 മീറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ ഏരിയ ഓഫ് എ സ്ക്വയർ കാണുന്നത് ഇക്വേഷൻ അറിയണം. സൈഡ് ഇൻറ്റു സൈഡ് അല്ലെങ്കിൽ വശം ഇൻറ്റു വശമാണ് നമ്മളെന്താ സമചതുരത്തിൻ്റെ പരപ്പളവ് കാണുന്നത് അല്ലേ. സ്ക്വയർ ഏരിയ ഓഫ് സ്ക്വയർ കാണുന്നത്. അപ്പോൾ അത് നമുക്ക് കൊച്ചിലെ മുതലേ അറിയാവുന്നതാ, പറയേണ്ട കാര്യമില്ല. നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ ലെങ്ത് 3.7 മീറ്റർ ആണ്. ഇപ്പം നമ്മൾ ആ പറഞ്ഞ രീതി അനുസരിച്ച് നമ്മൾ 3.7 എന്നാണ് നമുക്ക് തന്നിരിക്കുന്നതെങ്കിൽ നമുക്കറിയാം എന്താ 37 ബൈ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു സംഖ്യ ആയതുകൊണ്ട് 10 ആണെന്ന്. അറിയത്തില്ലേ? അറിയാമല്ലോ. ഓക്കെ. അപ്പം നമുക്ക് തന്നിരിക്കുന്നത് വശം ഇൻറ്റു വശം ആയതുകൊണ്ട് ഒരു വശം തന്നു 3.7 ഇൻറ്റു 3.7 അല്ലേ. അപ്പം എന്താ നിങ്ങളെ ഇതിൻ്റെ അർത്ഥം? 3.7 2 വട്ടമുണ്ട് അല്ലേ. 3.7 2 വട്ടമുണ്ട്, അതായത് 3.7ൻ്റെ സ്ക്വയർ. നമ്മളിപ്പോൾ പറഞ്ഞ രീതി അനുസരിച്ച് എന്താ 3.7നെ നമ്മൾ ഫ്രാക്ഷനിലോട്ട് മാറ്റി, ഡെസിമലിനെ ഫ്രാക്ഷനിലോട്ട് മാറ്റുമ്പോൾ 37/10 ഇൻറ്റു 37/10. എങ്ങനെയാ 37 വന്നതെന്ന് ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ. നോക്കൂ നിങ്ങളെ, 3.7 എന്ന് വെച്ചാൽ 37/10, അതായത് ഡെസിമലിനെ ഫ്രാക്ഷനിലോട്ട് മാറ്റി എന്ന് വെച്ചാൽ ദശാംശത്തെ നമ്മൾ പിന്നെ സംഖ്യയിലോട്ട് മാറ്റിയെന്ന് കേട്ടോ. പറയുന്നതിലൊക്കെ എന്തെങ്കിലും തെറ്റുണ്ടോ? ഇല്ലല്ലോ, കാരണം മലയാളം ഇംഗ്ലീഷ് കൂടെ ആയതുകൊണ്ട് മിക്സ്. നോക്കൂ നിങ്ങളെ, 3.7ൻ്റെ സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം നമുക്ക് ഇത് 2 വട്ടം ഉണ്ടെന്നാ 37/10, 37/10 അല്ലേ. അതായത് 37 2 വട്ടം ഉണ്ടെന്ന്. 37നെ നമ്മൾ 2 വട്ടം ഇൻഡ്യൂ ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരും? 1369 നമുക്ക് വരുന്നത് കേട്ടോ. ഓക്കെ ആണോ? 1369 വരുന്നത്. അപ്പോൾ ഇത് നോക്കിയേ, ഫ്രാക്ഷനിലാണ് 1369/100. ഫ്രാക്ഷനിൽ തന്നതിനെ ഡെസിമലിലോട്ട് മാറ്റാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഡെസിമലിനെ ഫ്രാക്ഷനിലോട്ട് മാറ്റി. ഇനി ഫ്രാക്ഷനിലെ ഡെസിമലിലോട്ട് മാറ്റാൻ എന്തോ ചെയ്യണം കുഞ്ഞുങ്ങളെ? ഇവിടെ നോക്കിയാൽ ഒരു 0 ആയതുകൊണ്ട് ഒരു സ്ഥാനം മാറ്റി കുത്തിട്ടാൽ മതി. ഇതൊന്ന് തിരിഞ്ഞ് ചിന്തിച്ചാൽ പോരെ.
ഇത് ഡെസിമലിനെ ഫ്രാക്ഷനാക്കി ഫ്രാക്ഷനെ ഡെസിമലാക്കി. അതായത് നമ്മളോട് 3.7 സ്ക്വയർ അല്ലേ ചോദിച്ചത്, 0.7. അപ്പം നമുക്ക് നോക്കിക്കേ, ഇത് ഫ്രാക്ഷനിലാണ് വന്നത് അല്ലേ, ഭിന്നസംഖ്യയിലാണ് വന്നത്. അപ്പോൾ താഴെ 2 0 ആയതുകൊണ്ട് ആ 2 സ്ഥാനം മാറ്റി കുത്തിട്ടാൽ പോരെ. മനസ്സിലായോ? 2 0 താഴെ വന്നുകൊണ്ട് ഇങ്ങോട്ടാട്ടോ ലെഫ്റ്റിലോട്ട് 2 സ്ഥാനം മാറ്റി കുത്തിട്ടാൽ മതി. മനസ്സിലാകുന്നുണ്ടോ നിങ്ങളെ? ഇപ്പോൾ 29/6/10 വരുന്നെങ്കിൽ എന്താ, ഈ സംഖ്യയെ അതുപോലെ എഴുതുക അല്ലേ. ഇവിടെ 1 0 ആണ്ട് ഒരു സ്ഥാനം ലെഫ്റ്റിലോട്ട് മാറ്റി കുത്തിടുക. ഇതാണ് ഫ്രാക്ഷനെ ഡെസിമലിലോട്ട് മാറ്റുന്നത് കേട്ടോ. ഓക്കെ ആണോ? അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും കേട്ടോ. 13. ഇനി അതാ നമുക്ക് ഈ ഡെസിമൽ മാറ്റിയിട്ട് 37 സ്ക്വയർ ആണെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യും കുഞ്ഞുങ്ങളെ? മുമ്പ് ചെയ്ത രീതി വെച്ചൊന്ന് പറഞ്ഞേ. മുമ്പ് നമ്മൾ ചെയ്ത് 37 എന്ന് വെച്ച് കഴിഞ്ഞാൽ 30 + 7 ഇല്ലേ, 30 അങ്ങനെ ഒന്ന് ചെയ്യാം. 30 അത് 7 അല്ലേ. അപ്പോൾ എന്താ, 37 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30ഉം 7ഉമാണ് അവിടുത്തെ കഥാപാത്രങ്ങൾ അല്ലേ. അപ്പോൾ ആരൊക്കെ? 30, 7, 2 ഇവർ 3. അപ്പം 30 നോക്കൂ നിങ്ങളെ, 30 2 വട്ടം. അധികത്തിൽ വന്ന ആരൊക്കെയാ? 30 × 7 × 2 അധികം 3. പിന്നെ ആരാ? +7 2 വട്ടം 7 സ്ക്വയർ. മുമ്പ് ചെയ്ത കണക്ക് മനസ്സിലായവർക്കറിയാം അല്ലേ. നോക്കൂ നിങ്ങളെ, 30 2 വട്ടം ഓക്കെ, 7 2 വട്ടം ഓക്കെ. ഇനി അധികത്തിൽ വന്ന ഇങ്ങനെ മാറ്റി എഴുതിയിടുന്നതെന്ന് അറിയാൻ വേണ്ടി കേട്ടോ, 30ഉം 7ഉം സ്ക്വയറും. അപ്പോൾ നോക്കൂ, 30 സ്ക്വയർ എത്ര നിങ്ങളെ? 3 9 900 +3 7 21 21 × 2 420 +7 × 7 49 കേട്ടോ. അപ്പോഴും നമുക്ക് എന്ത് വരും? ഈ 13 69 വരും. ഇത്രയേ ഉള്ളൂ സംഭവം. മനസ്സിലായോ? ഡെസിമൽ ഇത് ഫ്രാക്ഷനിൽ തന്നതിനെ നമ്മൾ ഡെസിമലിലോട്ട് മാറ്റുമ്പോൾ എത്ര 0 താഴെ ഉണ്ടോ അത്രയും സ്ഥാനം ലെഫ്റ്റിലോട്ട് മാറ്റി കുത്തിട്ടാൽ മതി കേട്ടോ. ഇനി ഡെസിമൽ തന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് 1369 കിട്ടും. ഇതിനിടയ്ക്ക് ഒരു പോയിന്റ് വന്നുകൊണ്ട് 2 കേട്ടോ, പോയിന്റ് വന്നുകൊണ്ട് 2 സ്ഥാനം, കാരണം എൻ്റെ സ്ക്വയർ അല്ലേ, അപ്പോൾ 2 സ്ഥാനം മാറ്റി കുത്തിട്ടു. ഇത്രയേ ഉള്ളൂ. ഓക്കെ ആണോ? ആ പേജിനകത്തിൽ അത്രയേ ഉള്ളൂ. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? പേജ് നമ്പർ 13 നമുക്ക് ഈ തന്ന, അതായത് 3 ക്വസ്റ്റ്യൻ ഏതാ, 3.7 സ്ക്വയറിനെ എന്ത് ചെയ്യുക? മുമ്പ് നമ്മൾ ചെയ്ത ബോക്സിലിട്ട് ചെയ്യാനാണ് പറയുന്നത്. എന്താ, നമ്മുടെ ടെസ്റ്റിൽ ഓൾറെഡി ചെയ്തിട്ടുണ്ടോ കുഞ്ഞുങ്ങളെ? അതായത് 3.7 നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? എങ്ങനെ ചെയ്യാം കുഞ്ഞുങ്ങളെ? 3 അല്ലേ, അപ്പം 3 × 3 സ്ക്വയർ 3.7 അല്ലേ. എങ്ങനെ എഴുതാം കുഞ്ഞുങ്ങളെ? 3.7 എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 × 0.7 അല്ലേ, 3 × 0.7 എന്ന് എഴുതാം. പക്ഷെ നിങ്ങൾ എപ്പോഴും ഓർത്തോണം, ഒരു സംഖ്യ ഒരിക്കലും 0.5 0.4 0.6 എന്ന് വരത്തില്ല കുഞ്ഞുങ്ങളെ. അതിൻ്റെ എല്ലാ ഫ്രണ്ടിലുണ്ടല്ലോ ഓരോ 0 ഉണ്ട് കാണും കേട്ടോ. അതറിയാവുന്നവർക്കൊക്കെ, അറിയാൻ വയ്യാത്തവരൊന്നും അറിഞ്ഞിരിക്കണേ. ഒറ്റ സംഖ്യ ഇപ്പോൾ 0.8 എന്ന് പറയത്തില്ല, 0.8 എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ഇതിൻ്റെ എല്ലാ ഫ്രണ്ടിൽ എന്ത് കൊടുക്കണം? ഓരോ 0 കൊടുക്കാൻ മറക്കരുത് കേട്ടോ. മനസ്സിലാവുന്നുണ്ടോ? അപ്പം നമ്മൾ 3.7 എന്നുള്ളതിനെ 3 × 0.7 3 × 0.7 എന്നാണ് അല്ലേ. ആണല്ലോ. എന്ന് വെച്ചാൽ ഇത് 2 വട്ടം ഉണ്ടെന്നാ. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? ഇത് 2 വട്ടം ഉണ്ട് എന്ന് പറയുമ്പോഴേ ഈ 0.7 എന്നല്ല നമ്മൾ എഴുതുന്നത് കേട്ടോ. ഇതിന് വലിയ കാര്യമൊന്നുമില്ല. എന്നാലും ഒരിക്കലും നമ്മൾ 0.7 എടുത്തില്ല, ആ 0 ഇടാൻ മറക്കുക. ഇത് 2 വട്ടം ഉണ്ടെന്ന്. അതായത് നമ്മൾ പറഞ്ഞ രീതി അനുസരിച്ച് ഏതാ 3.7 അല്ലേ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ എഴുതണം? ഇവിടെ 3 ഉണ്ട്, ഇവിടെ ഒരു 0.7 ഉണ്ട് അല്ലേ, പിന്നെ ഇവിടെ ഒരു സ്ക്വയർ ഉണ്ട്. മുമ്പ് ആ ചെയ്ത രീതി വെച്ച് ചെയ്യാം. എങ്ങനെ എഴുതും കുഞ്ഞുങ്ങളെ? നമ്മൾ ബോക്സ് ഇട്ടാൽ നമ്മൾ എഴുതുന്നെങ്കിൽ, ഞാൻ ബോക്സ് ഇട്ടൊന്ന് കാണിക്കട്ടെ. എന്നിട്ട് ഇതൊരു ബോക്സ്. അപ്പം ഇവിടെ 3 അല്ലേ, ഇവിടെ 0.7 ഇടുമ്പോൾ 0 ഇട്ടേക്കണേ കേട്ടോ. ഇവിടെ 3, ഇവിടെ 0.7 എന്ന് കൊടുക്കുക. എങ്ങനെയാ നോക്കണേ? 3 × 3 9 അല്ലേ, 3 × 0.7 എങ്ങനെ വരും കുഞ്ഞുങ്ങളെ? 3 × 0.7 ഈ 7നെ അങ്ങ് എടുത്ത് കളയണേ കേട്ടോ. ഇല്ലെങ്കിൽ 3.07 എന്ന് തന്നെ എഴുതിക്കോ കേട്ടോ. 3 കാരണം ഇതിനെ ഇതുകൊണ്ട് ഇൻറ്റു ചെയ്യുക കേട്ടോ. കാരണം അത് വെട്ടിപ്പോത്തില്ലേ കുഞ്ഞുങ്ങളെ? ഇത് കോണോട് കോണാകുമ്പോൾ അതങ്ങ് വെട്ടിപ്പോത്തില്ലേ? ഇനിയിപ്പോൾ നിങ്ങളിവിടെ എന്ത് എഴുതിയാലും അത് ഇവിടുമായിട്ട് അങ്ങ് വെട്ടിപ്പോവും അല്ലേ. ആണല്ലോ, സംശയമുണ്ടോ? 3 × 3 9, 3 × 0.7 ഓക്കെ, അത് അതുപോലെ എഴുതി. അടുത്ത 3 × ഇവിടെ എന്ത് എഴുതാം? ഇതിനെ ഇതുകൊണ്ടല്ലേ, അപ്പോൾ എങ്ങനെ എഴുതാം? 3 × 0.7. അടുത്ത 0.7 × 0.7 അല്ലേ, 0.7 × 0.7. കാരണം ഈ പോയിന്റ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അറിയാമെങ്കിൽ ഇത് അതുപോലെ എഴുതുക. കോണോട് കോണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ഇത് അല്ലേ. ഇനിയും അങ്ങനെ പറക്കി എഴുതിയാൽ പോരെ. എങ്ങനെ എഴുതാം? 9 അല്ലേ,
ഇങ്ങനെയല്ലേ കുഞ്ഞുങ്ങളെ 9 അതായത് 3.7ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ 9 പ്ലസ് ഏതൊക്കെയാണ് തന്നിരിക്കുന്നത് ഏതൊക്കെയാണ് കുഞ്ഞുങ്ങളെ അതായത് അല്ലാതെ നമ്മൾ എഴുതുവാങ്കിലേ ഇത് കണ്ട 2 വെട്ടം. അപ്പം മുമ്പ് നമ്മൾ പറഞ്ഞ രീതി അനുസരിച്ച് 3 2 വെട്ടം 0.7 2 വെട്ടം 3 2 വെട്ടമുണ്ട് 0 പോയിൻ്റ്. അപ്പോൾ അത് ഇനി അധികത്തിൽ വന്ന ആരാ ഇവിടെ അധികത്തിൽ വന്ന ആരൊക്കെയാണ് കുഞ്ഞുങ്ങളെ ഇവിടെ 3 ഇൻറ്റു 0.7 ഇൻറ്റു ഒരു 2 ഇവരാണ് അധികത്തിൽ വന്നത് അല്ലേ. അപ്പോൾ എങ്ങനെയാണ് 3ൻ്റെ സ്ക്വയർ 9 പ്ലസ് 3 ഇൻറ്റു 2 6 6 ഇൻറ്റു അത് നോക്കണേ കുഞ്ഞുങ്ങളെ 3 ഇൻറ്റു 2 6 6 ഇൻറ്റു 0.7 കേട്ടോ 6 7 42 6 7 42. പക്ഷേ എന്താണെന്നറിയോ ഇവിടെ പോയിൻ്റ് കഴിഞ്ഞിട്ട് ഒരു സംഖ്യയുണ്ട് ഇവിടെ ഒരു പോയിൻ്റ് കൊടുക്കണം കേട്ടോ. എന്തുകൊണ്ടാണ് മനസ്സിലായോ ഇവിടെ ഒരു പോയിൻ്റ് വന്നില്ലേ 0.7 അല്ലേ കുഞ്ഞുങ്ങളെ. അപ്പോൾ പോയിൻ്റ് കഴിഞ്ഞിട്ട് ഒരു സ്ഥാനം കേട്ടോ പ്ലസ് എത്ര 7ൻ്റെ സ്ക്വയർ എത്ര 7 7 49 അല്ലേ. അപ്പോൾ നമ്മൾ എഴുതും 0.7ൻ്റെ 49 ആകുമ്പം 0.49 വരും 7 7 49 അല്ലേ. അപ്പോൾ ഇതിൻ്റെ 0.7ൻ്റെ സ്ക്വയർ ആയപ്പോൾ 2 എണ്ണം വരും അതുകൊണ്ടാണ് ഇവിടെ 2 കേട്ടോ. അപ്പോൾ നോക്കിക്കേ നമുക്ക് 9 അല്ലേ 4.2 പിന്നെ 0.49 ഈ ഡെസിമൽ സംഖ്യകൾ തങ്ങളെ കൂട്ടാൻ അറിയാമേ ഇല്ലയോ കേട്ടോ. 9 4 2 6 9 4 10 11 12 13. അപ്പോൾ നമുക്ക് 13.69 ഏത് രീതി വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ കണക്ക് നമ്മൾ ഏതെല്ലാം രീതി ഇപ്പോൾ ചെയ്ത് നോക്കിയേ ടെസ്റ്റ് ചെയ്തിട്ടേക്കുന്നതുകൊണ്ടാവും ഞങ്ങൾ ഇതെല്ലാം ഞാൻ ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ നോക്കിയേ ഡെസിമൽ ഇട്ട് ചെയ്തു, പിന്നെ ഡെസിമൽ ഇല്ലാതെ നമ്മൾ ചെയ്തു, പിന്നെ ബോക്സ് ഇട്ട് അതിൻ്റെ കോണോട് കോണിട്ട് ചെയ്തു കേട്ടോ. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു മെത്തേഡിൽ ചെയ്താൽ മതി. ടെസ്റ്റിൽ ഇങ്ങനെ കുറേ ചെയ്തത് കൊണ്ടാണ് നമ്മളങ്ങനെ ചെയ്തത് കേട്ടോ. അതിൻ്റെ എക്സസൈസ് ചെയ്യാം. അപ്പം നോക്കി കുഞ്ഞുങ്ങളെ നമ്മുടെ എക്സർസൈസ് ക്വസ്റ്റ്യനാണ് 2.3യുടെ സ്ക്വയർ കാണാൻ. നമ്മൾ ഡെസിമലിൻ്റെ എങ്ങനെ ചെയ്യുമെന്നാണ്. ഇപ്പം നമ്മൾ ആ ഇതിന് തൊട്ട് മുമ്പേ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെസിമൽ ഇല്ലാതെയും ഡെസിമൽ വെച്ചും കോണോട് കോണ് വെച്ചും അത് ഒത്തിരി ആയതുകൊണ്ടാണ് നിങ്ങൾക്കങ്ങ് ദൈവമേ ഇതെല്ലാം പഠിക്കേണ്ടി വരുമോ ഇതെന്തോ ഇതെല്ലാം കൂടെ കൺഫ്യൂഷനായിരുന്നു ചിലപ്പോൾ നിങ്ങൾക്കൊരു തോന്നൽ വരും കേട്ടോ. നിങ്ങൾ ഏതാണോ ചോദ്യം ഇപ്പോൾ കോണോട് കോണ ചോദിക്കുന്നെങ്കിൽ ആ രീതി ചെയ്യുക. അപ്പോൾ ചോദ്യം കേട്ടിട്ട് എഴുതണം കേട്ടോ. ഇതിപ്പോൾ എല്ലാം കൂടെ കൺഫ്യൂഷൻ ആയെന്നൊരു തോന്നൽ വരും. ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. ഇപ്പം തോന്നിക്കുക ദശാംശത്തിൻ്റെ കണക്കല്ലേ ഡെസിമലിൻ്റെ കണക്ക് വന്നു കഴിഞ്ഞാൽ അതായത് 2.3യുടെ സ്ക്വയർ കാണുക. നമ്മൾ പഠിച്ചായിരുന്നു 2.3യുടെ സ്ക്വയർ കാണണമെന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യും നോക്കിക്കേ. 2.3യുടെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അതിനകത്തിൽ വരുന്നത് എന്തൊക്കെയാണ് കുഞ്ഞുങ്ങളെ. നമ്മൾ മുമ്പ് ചെയ്ത രീതി വെച്ച് നോക്കിയാൽ ഇവിടെ ഒരു 2 ഉണ്ട് 0.3 ഉണ്ട് അല്ലയോ നിങ്ങൾക്ക് ആ ഡൗട്ട് അങ്ങ് മാറും. ഇവിടെ ആരുണ്ട് 2 ഉണ്ട് 0.3. മുമ്പ് ഞാൻ പറഞ്ഞാൽ ഒരിക്കലും ഈ പോയിന്റ് വെച്ച് തുടങ്ങത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കണം ഒരു 0 ഇട്ട് കൊടുക്കണം. എളുപ്പമല്ലേ പോയിന്റ് വെച്ച് തുടങ്ങത്തില്ല ഒരു 0 ഇട്ട് അങ്ങ് കൊടുത്താൽ മതി. അപ്പോൾ ആ പ്രശ്നം അവിടെ തീർന്നു. ഇനി അധികത്തിൽ വേറെ ആരാ ഇവിടെ ഒരു സ്ക്വയർ. അപ്പം നമുക്ക് ആ അധികത്തിൽ വന്ന 3 പേരെയും കിട്ടിയോ കുഞ്ഞുങ്ങളെ. ഓക്കെ ആണോ. അതായത് 2.3 എന്ന് വെച്ച് കഴിഞ്ഞാൽ വേണേ ഇങ്ങനെ എഴുതിക്കോ 2.3 2 വെട്ടം ഉണ്ട് എന്നല്ലേ കുഞ്ഞുങ്ങളെ. 2.3 എന്ന് 2 വെട്ടം ഉണ്ടെന്നല്ലേ അതിൻ്റെ അർത്ഥം അല്ലേ. 2.3യുടെ സ്ക്വയർ എന്ന് വെച്ചാൽ 2.3 2 വെട്ടമുണ്ട്. 2 എത്ര വെട്ടമുണ്ട് കുഞ്ഞുങ്ങളെ ഇവിടെ നോക്കിക്കേ. നമുക്ക് മുമ്പ് ചെയ്ത രീതി തന്നെ ചെയ്യാം. അതായത് 2.3യുടെ സ്ക്വയർ എന്ന് പറയുന്നത് 2 2 വെട്ടമുണ്ട്. അപ്പം 2 2 വെട്ടമുണ്ട് അല്ലേ. പിന്നെ ഇവിടെ എന്താ 0.3 2 വെട്ടമുണ്ട്. നമ്മൾ 0.3 എന്ന് പറയുമ്പോൾ മുമ്പ് നമ്മൾ പറഞ്ഞായിരുന്നു എങ്ങനെ എഴുതും 0.3 2 വെട്ടമുണ്ട് ഇല്ലയോ. ഈ മുമ്പ് നമ്മൾ പറഞ്ഞ രീതിയനുസരിച്ച് അധികത്തിൽ ഇവിടെ ആരുണ്ടോ അവരെ പറക്കി എഴുതുക. ആരൊക്കെയോ നിങ്ങളെ 2 ഉണ്ട് 0.3 ഉണ്ട് പിന്നെ ഇവിടെ ഒരു 2 ഉണ്ട്. ഇത്രയേ ഉള്ളൂ. മുമ്പ് ചെയ്ത അതേ രീതി തന്നെ അത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. ചോദ്യം കണ്ടോ. ഈ ചോദ്യം 2.3 2 വെട്ടം ഉണ്ടെന്നാണ്. അതായത് 2.3യെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പം 2ഉം 0.3യുമാണ്. ഇവിടെ ഒരു സ്ക്വയർ ഉണ്ട് കാരണം 2.3യുടെ സ്ക്വയർ. അപ്പോൾ ഈ അധികത്തിൽ വന്ന ആൾക്കാരാണ് ഈ കിടക്കുന്നതെന്ന് അങ്ങ് ഓർക്കുക. ഇതെല്ലാം ഞാൻ ക്ലൂ വെച്ചാൽ കേട്ടോ. ഇതിനൊക്കെ പല പല അർത്ഥങ്ങളും കാര്യങ്ങളുണ്ട്. എളുപ്പത്തിന് വേണ്ടിയാ. ആ അധികത്തിൽ വന്ന 3 പേരെയും കണ്ടോ 2 0.3 2. അപ്പോൾ അവരെ വേണം ഈ ബ്രാക്കറ്റിനകത്ത് കയറ്റി ഇൻറ്റു ചെയ്യാൻ.
ബാക്കി 2 പേരും ഈ 2 വട്ടം വന്നു എന്ന് നമുക്ക് എഴുതാം. ഇപ്പോൾ 2 വട്ടം വന്നു, 3 2 വട്ടം വന്നു. 3 എന്ന് വെച്ചാൽ 0.3 ഓക്കെ. 2ൻ്റെ സ്ക്വയർ എത്ര കുഞ്ഞുങ്ങളെ? 4 ആണ്. ഓക്കെ, 2 2 4 അല്ലേ? 2 2 4 കാരണം അവർക്ക് പോയിന്റ് ഒന്നുമില്ല. ഈ 2നും പോയിന്റ് ഇല്ല. 4 × 3 ഈ പോയിന്റ് അവിടെ നിൽക്കട്ടെ കുഞ്ഞുങ്ങളെ. പോയിന്റ് നിങ്ങൾക്ക് ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ ആ സംഖ്യ അങ്ങ് ഇൻറ്റു ചെയ്യുക. 2 2 2 × 2 4 4 × 3 എത്ര? 12 ആണ് അല്ലേ? സംശയമുണ്ടോ? ഇനി പോയിന്റ് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു സ്ഥാനമായതുകൊണ്ട് ആ ഒരു പോയിന്റിൻ്റെ നടുക്ക് അങ്ങിട്ട് കൊടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ. മനസ്സിലായോ? 4നെ ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു സംഖ്യയല്ലേ വലത്തോട്ടുണ്ടോ? ഇങ്ങനെയും കേട്ടോ. ഡെസിമൽ നല്ലപോലെ അറിയണേ കുഞ്ഞുങ്ങൾ കേട്ടോ. ഇതിപ്പോൾ 3 ചെയ്യുമ്പോൾ തന്നെ ഇത് ഇനി അതല്ല 0.3ൻ്റെ സ്ക്വയർ. 3ൻ്റെ സ്ക്വയർ എത്ര? 9 ആണ്. പക്ഷെ 0.3ൻ്റെ സ്ക്വയർ ആണ് അല്ലേ? അപ്പോൾ എന്താ ഇപ്പുറത്ത് എന്തിട്ട് കൊടുക്കണം? അതായത് 0.3ൻ്റെ സ്ക്വയർ ആണ്. നമുക്ക് ഇതിനെ ഡെസിമലിലോട്ട് മാറ്റി എങ്ങനെ എഴുതാം കുഞ്ഞുങ്ങളെ? ഇപ്പോൾ 3/10 × 3/10 എന്നല്ലേ അല്ലേ? ഡെസിമലിനെ നമ്മൾ മാറ്റിയപ്പോൾ എത്ര? 9/100 വരത്തില്ലേ? ഈ 9/100ൻ്റെ അർത്ഥം എന്താ? 9 എഴുതിയിട്ട് 2 0 ലെഫ്റ്റിലോട്ട് മാറ്റി. 1 2 2 സ്ഥാനം ലെഫ്റ്റിലോട്ട് മാറ്റി കുത്തി. 2 0 അല്ല, 2 സ്ഥാനം ലെഫ്റ്റിലോട്ട് മാറ്റിയാണ് കുത്തിയിടേണ്ടത് കേട്ടോ. അപ്പോൾ പോയിന്റിൽ തുടങ്ങത്തില്ല. 0 പോയിന്റ് ആണ്. 0 ഇടാൻ സ്ഥലമില്ലയോ? 0.09. സംശയം ഉണ്ടോ നിങ്ങളെ? 0.3ൻ്റെ സ്ക്വയർ ആണ്. 3 എന്ന് വെച്ചാൽ ഈ പോയിന്റ് വന്നാൽ ഞാൻ എന്നെ ഡെസിമൽ മാറ്റി ഒന്ന് ഫ്രാക്ഷനിലോട്ട് ഇട്ടെന്നേ ഉള്ളൂ. കാരണം കുറച്ചുകൂടി എളുപ്പത്തിന് വേണ്ടി കേട്ടോ. അറിയാൻ വയ്യെങ്കിൽ ഇങ്ങനെ ഇട്ട് ചെയ്താൽ മതി. ഡെസിമലിനെ പെട്ടെന്ന് ഫ്രാക്ഷനിലോട്ട് അങ്ങ് മാറ്റുക. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് തെറ്റത്തില്ല. നോക്കിയേ, 3 × 3 9, 10 × 10 100. നോക്കിയേ, താഴെ എത്ര 0 ഉണ്ടോ അത്രയും സ്ഥാനം ലെഫ്റ്റിലോട്ട് മാറ്റി കുത്തിട്ടാൽ മതി. നോക്കിയേ, 2 0 ആയിട്ട് 2 സ്ഥാനം മാറ്റി കുത്തിടുക. പിന്നെ നമ്മൾ തുടക്കം മുതലേ പറയുന്നത് ഒരിക്കലും പോയിന്റിൽ തുടങ്ങത്തില്ല. അതുകൊണ്ടൊരു 0 ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെ എത്രയൊക്കെ വന്നു കുഞ്ഞുങ്ങളെ? ആൻസർ എത്രയൊക്കെയാണ് വന്നേ? 4 അല്ലേ? 4 പിന്നെ 1.2 പിന്നെ 0.09. ഈ ഡെസിമൽ കൂട്ടാൻ അറിയണേ കേട്ടോ. ഈ പോയിന്റ് വരുന്നത് നല്ലപോലെ അറിയണേ കുഞ്ഞുങ്ങൾ കേട്ടോ. ഡെസിമൽ കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ നമ്മുടെ ലിങ്കിൽ കിടപ്പുണ്ട്. കാരണം പോയിന്റുകളെ എല്ലാം അതിൻ്റേതായ നേരെ ഇനി കൊണ്ടുവന്നാൽ മതി. വേറെ ഒന്നും ആലോചിക്കേണ്ട. ബാക്കി 2 വശത്തോട്ടും എന്തു വേണമെങ്കിലും സംഭവിച്ചോട്ടെ. പോയിന്റുകളെ നടുക്ക് കൊണ്ടുവരിക. ബാക്കി 2 സംഖ്യകളെയും 2 വശത്തോട്ട് എത്ര കൂടിയോ കുറഞ്ഞോ ഒന്നും നമുക്ക് നോക്കിയേ. 4ന് പോയിന്റ് ഒന്നുമില്ല. 4നെ നമ്മൾ അതുവഴി എഴുതി. ഇനി ഈ പോയിന്റിനെ കണ്ടോ, 1 ഇവിടെ അന്നേ കൊടുക്കേണ്ടത്. 1.2. ഇനി 0 പോയിന്റ് കേട്ടോ. 9 2.41 ഇതാവും ഞങ്ങളെ ആൻസർ. 5.29 ആണ് ആൻസർ. ഈ കൂട്ടാൻ നല്ലതുപോലെ അറിഞ്ഞിരിക്കണം കേട്ടോ. 8ാം ക്ലാസ് ആണെന്ന് വിചാരിച്ചിരിക്കരുത്. കൂട്ടാൻ നല്ലതുപോലെ അറിഞ്ഞിരിക്കണം. അടുത്ത എക്സസൈസ് നോക്കൂ നിങ്ങൾ. 8.7ൻ്റെ സ്ക്വയർ. അപ്പോൾ നമ്മളെങ്ങനെ എഴുതാം? 8.7 2 വട്ടം ഉണ്ട്. ഇനിയിപ്പോൾ എളുപ്പം അങ്ങ് ചെയ്തോണം. 8.7 2 വട്ടം ഉണ്ട്. അതായത് 8.7നെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പം 8 ഉണ്ട്, 0.7 ഉണ്ട് അല്ലേ? 8.7ൻ്റെ സ്ക്വയർ ആണ്. ഇനിയിപ്പോൾ പടപടയെന്ന് അങ്ങ് ചെയ്തോണം, നോക്കിയിരിക്കരുത്. ഇതുവരെ ഇരുന്ന പോലെ. പിന്നെ നമ്മൾ പറഞ്ഞു പോയിന്റിൽ തുടങ്ങത്തില്ല. 0 കഴിഞ്ഞു കഥ കേട്ടോ. ഇനി എന്ത് ചെയ്യണം? നമ്മുടെ ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്ക്, 8 പോയിന്റ് നോക്കിയേ, 8 2 വട്ടം. അപ്പം 8ൻ്റെ സ്ക്വയർ അല്ലേ? പിന്നെ ഇവിടെ വന്ന 3 പേരെയും പറക്കി എഴുതുക. ആരൊക്കെയാ? 8 × 0.7 × 2. അധികത്തിൽ വന്ന 3 പേരെയും പൊക്കി എഴുതി. പിന്നെ പ്ലസ് ഇവിടെ അധികത്തിൽ വന്ന 0.7ൻ്റെ സ്ക്വയർ. 7 വന്നൊക്കെ അറിയാമല്ലോ. എന്നുവെച്ചാൽ 8 2 വട്ടം 7 2 വട്ടം 8 2 വട്ടം 7 2 വട്ടം. 7 എന്ന് വെച്ചാൽ 0.7 ആണ്, അതുകൊണ്ടാണ്. 8ൻ്റെ സ്ക്വയർ എന്ന് വെച്ചാൽ 8 8 64 ആണ്. ഓക്കെ, അടുത്ത് നോക്കിക്കേ. അടുത്ത് നോക്കണേ കുഞ്ഞുങ്ങളെ. 8 × 2 ഇൻറ്റു അല്ലേ? 8 × 2 × 0.7 അല്ലേ? ഇവിടെ നോക്കണേ കുഞ്ഞുങ്ങളെ. നമ്മൾ ഈ ഡെസിമലിൻ്റെ 8 × 2 16 അല്ലേ? 16 × 7 6 7 42 ശിഷ്ടം 4 1 7 4 11. എന്താ? 11.2. ഇത് തെറ്റല്ലേ കേട്ടോ. പ്ലസ് എന്താ? 0.7ൻ്റെ സ്ക്വയർ 7 7 49. അപ്പം 49 എന്ന് ഇടുക. എത്ര? നമ്മൾ സ്ക്വയറല്ലേ, അപ്പോൾ 2 സ്ഥാനം മാറ്റി കുത്തിടുക. പോയിന്റിൽ തുടങ്ങത്തില്ല. 0. അപ്പോൾ നോക്കിയേ, ഇവിടെ 64 11.2 0.49.
കണ്ടോ ഡെസിമൽ എഴുതുമ്പോൾ കൂട്ടാൻ അറിയണേ. നിങ്ങൾക്ക് ഈ അറിയത്തില്ലെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ഇച്ചിരി സമയമായാലും വേണ്ടിയില്ല. നോക്കൂ നിങ്ങളെ, ഇപ്പം 6 12.5 20.5 ഇങ്ങനെ, അല്ലെങ്കിൽ 1 അല്ലെ 15.5 ഇങ്ങനെയൊക്കെ തരുമ്പോൾ കൂട്ടുന്നത് എങ്ങനെയാണെന്നറിയോ? ഇപ്പോൾ 6 എന്ന് തരുന്നതിന് നിങ്ങൾ 6.00 എന്ന് എഴുതി ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് തെറ്റത്തില്ല. ഇതൊരു എളുപ്പവഴി പറയാം കേട്ടോ. ഡെസിമലിൻ്റെ 6 എന്ന് തരികയാണെങ്കിൽ 6.00. അടുത്തൊക്കെ അപ്പം നമുക്ക് ആ പോയിൻ്റ് അതിൻ്റെ തന്നെ താഴെ തന്നെ എഴുതി വെക്കണം. അതിനാണ് ഈ ഡെസിമൽ എല്ലാവർക്കും തെറ്റുന്നത്. ഇപ്പോൾ 6 എന്ന് തന്നാൽ 6.00 കൊടുത്തു. അടുത്ത 12.5 പോയിൻ്റ് അതുപോലെ എഴുതുക. പോയിന്റിൻ്റെ ലെഫ്റ്റിൽ 12, ഇപ്പുറത്ത് 5 ഉള്ളൂ. ഇപ്പം പിടികിട്ടിയോ? പോയിന്റ് അത് അവിടെ തന്നെ എഴുതുക. പോയിന്റിൻ്റെ ഇപ്പുറത്ത് 12ഉം പോയിന്റിൻ്റെ അപ്പുറത്ത് 5ഉം. ഇവിടെ നോക്കിയേ, ഈ പോയിന്റിൻ്റെ ഇപ്പുറത്ത് 20, പോയിന്റ് അപ്പുറത്ത് 5. ഇവിടെ നോക്കിയേ 15, പോയിന്റ് ഇപ്പുറത്ത് 5. ഇപ്പം മനസ്സിലായോ? ഇനി ഇതെല്ലാം കൂടെ കൂട്ടിയാൽ മതി. ഇങ്ങനെയാണ് ഡെസിമൽ. മനസ്സിലായോ? ഇങ്ങനെ ഒരു സംഖ്യ 8 മാത്രമേ തന്നുള്ളൂ. അതിൻ്റെ അർത്ഥം 8.00 എന്നിട്ട് ചെയ്തു. അപ്പം നിങ്ങൾക്ക് തെറ്റത്തില്ല കേട്ടോ. അപ്പോൾ ഇത് മനസ്സിലായോ? ഇപ്പോൾ 64 ഇട്ടിട്ട് ഞാൻ പറയുക 00 എന്നിട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആ ഡൗട്ട് അങ്ങ് മാറും. ഇപ്പോൾ ഇങ്ങനെ വന്നാൽ കൂട്ടുന്നത് കേട്ടോ. അറിയത്തില്ലെന്ന് വിചാരിച്ചിരിക്കല്ലേ നിങ്ങളെ. അപ്പോൾ എന്താ 9, 4 2 6, 4 1 5, 6 1 7, 75.69 കുഞ്ഞുങ്ങളെ ഇവിടുത്തെ ആൻസർ. ഓക്കെ ആണോ? അടുത്ത നോക്കൂ കുഞ്ഞുങ്ങളെ, 10.1 സ്ക്വയർ. നമുക്കറിയാം 10.1 10.1 അത് 2 വട്ടം ഉണ്ടെന്നാണ് അല്ലേ? 10.1 സ്ക്വയറാണ്. അപ്പം നമുക്കിവിടെ എന്തൊക്കെയാണ് കിട്ടിയത്? 10ഉം കിട്ടി, ഒരു 1 കിട്ടി അല്ലേ? ഒരിക്കലും പോയിന്റ് തുടങ്ങത്തില്ല. അപ്പം നമ്മൾ 0 ഇട്ടു. അപ്പോൾ ഇവിടുത്തെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? 10, 0.1, 2. അപ്പോൾ നോക്കൂ നിങ്ങളെ, ഇവിടെ നമുക്ക് എളുപ്പം എഴുതിക്കൂടായ എങ്ങനെയാ? 10ൻ്റെ സ്ക്വയർ പ്ലസ് അധികത്തിൽ വന്ന കഥാപാത്രങ്ങൾ 10 ഇൻറ്റു 0.1 ഇവിടെ ഒരു 2 അല്ലേ? പ്ലസ് പിന്നെ ഇവിടെ ആരാ? ഒരു 1 അല്ലേ? 0.1 2 വട്ടം 0.1. അപ്പം 0.1 സ്ക്വയർ. ഇത് വന്നൊക്കെ സംശയമുണ്ടോ? കാരണം 10 2 വട്ടമുണ്ട്, 0.1 2 വട്ടമുണ്ട്. അതാണ് ഈ ഫസ്റ്റും ലാസ്റ്റും. അത് ഞാൻ പറഞ്ഞു, ഒത്തിരിയും വട്ടം പറഞ്ഞു, എന്നാലും തെറ്റിക്കല്ലേ. 10ൻ്റെ സ്ക്വയർ 100 പ്ലസ് നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ 10 2 20 ഇൻറ്റു 1 20 തന്നെയാണ് അല്ലേ? അപ്പോൾ നമ്മളങ്ങനെ എഴുതും കുഞ്ഞുങ്ങളെ. നമ്മൾ 20 എഴുതും അല്ലേ? അപ്പോൾ ഇവിടെ പോയിന്റ് ഒരു സ്ഥാനം മാറ്റി കുത്തിടണം. അപ്പോൾ ഇവിടെ എത്ര വരും? 2.0 വരും. അത് അതുപോലെ തന്നെ കിടന്നോട്ടെ. പോയിന്റ് പ്ലസ് 0.1 സ്ക്വയർ എത്ര? 1 സ്ക്വയർ 1 തന്നെയാണ്. അപ്പം എങ്ങനെ എഴുതും? 0. 2 സ്ഥാനം മാറ്റി കുത്തിടണം. കാരണം ഇതിൻ്റെ സ്ക്വയർ ആയതുകൊണ്ട് കേട്ടോ. അതൊക്കെ അറിയണേ കുഞ്ഞുങ്ങളെ കേട്ടോ. എങ്ങനെയാണ് വന്നത്? അപ്പോൾ 1 സ്ക്വയർ 1 തന്നെയാണ്. പക്ഷേ ഇവിടെ പോയിന്റ് വന്നതുകൊണ്ട് സ്ക്വയർ എന്ന് വെച്ചാൽ 2 അല്ലേ? 2 സ്ഥാനം ലെഫ്റ്റിലോട്ട് മാറ്റി കുത്തിടാൻ പഠിച്ചിരിക്കണം കേട്ടോ. അപ്പം നോക്കിയേ, 100ഉം ഇവിടെ ഒരു 2 ചെയ്തേക്കാം. ഇത് സംശയമുള്ളവർ ഈ ഡെസിമലിൻ്റെ ഏത് കണക്ക് വരുമ്പോഴും നല്ല ഇങ്ങനെ ഇട്ട് ചെയ്തോ, ജീവിതത്തിൽ തെറ്റത്തില്ല, ഞാൻ ഗ്യാരണ്ടി. പോയിന്റ് എവിടെ വരുന്നോ എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കിയേ, പോയിന്റ് അതിൻ്റേതായ രീതി എഴുതുക. പോയിന്റിൻ്റെ ലെഫ്റ്റിലുള്ളതിനെ പറക്കി എഴുതുക, റൈറ്റിലുള്ളതിനെ പറക്കി എഴുതുക. അപ്പം നോക്കിയേ 1 0 2 കണ്ടോ? മനസ്സിലായോ? ഇനി അത് നിങ്ങളുടെ ജീവിതത്തിൽ അപ്പോൾ ഈ ഡെസിമലും എൻ്റെ കണക്ക് തെറ്റത്തില്ല. ഓക്കെ ആണോ? അടുത്ത 12.5 അതിൻ്റെ ലാസ്റ്റ് കണക്കാന്ന് തോന്നുന്നു അല്ലേ? 12.5 എന്ന് വെച്ചാൽ 12.5 2 വട്ടമുണ്ട്. ഓക്കെ, 12.5 സ്ക്വയർ എന്ന് വെച്ചാൽ ഇവിടെ ഒരു 12ഉം ഇവിടെ ഒരു 0.5 അപ്പോൾ 3 കഥാപാത്രങ്ങളെയും നമുക്ക് കിട്ടി. അപ്പോൾ എങ്ങനെ എഴുതാം? 12ൻ്റെ സ്ക്വയർ, ഇവിടെ ആരാ? 0.5 സ്ക്വയർ. അപ്പോൾ അവരെ എഴുതി. ഇനി അധികത്തിൽ വന്നവരൊക്കെയാണ് 12 ഇൻറ്റു 0.5 ഇൻറ്റു 2. ഓക്കെ, 12ൻ്റെ സ്ക്വയർ എത്ര നിങ്ങൾ? 20 12 12 144. 12ൻ്റെ സ്ക്വയറൊക്കെ അറിയാമോ? 144 പ്ലസ് 12 2 24 അല്ലേ? 24 ഇൻറ്റു 5 4 20 2 2 5 10 2 12 എത്ര കുഞ്ഞുങ്ങളെ? 12 120 വരും അല്ലേ? അപ്പോൾ ഒരു സ്ഥാനം മാറ്റി കുത്തിടണം. ഒരു സ്ഥാനം മാറ്റി കുത്തിയിട്ടപ്പോൾ 12 പ്ലസ് 5 5 25 2 സ്ഥാനം മാറ്റി കുത്തിടണം. അപ്പോൾ എങ്ങനെയാ? 2 സ്ഥാനം ലെഫ്റ്റിലോട്ട് മാറ്റി കുത്തിടണം. മനസ്സിലാവുന്നുണ്ടോ? പോയിന്റ് കഴിഞ്ഞിട്ട് ഇവിടെ 1 ആയപ്പം ഒരു സ്ഥാനം മാറ്റി കുത്തിട്ടു. പോയിന്റ് കഴിഞ്ഞ് ഒരെണ്ണേ ഉള്ളതുകൊണ്ട് ഒരു സ്ഥാനം. ഇത് സ്ക്വയർ ആയതുകൊണ്ട് 2 സ്ഥാനം മാറ്റി കുത്തിടണം. അപ്പോൾ ഇവിടെ 144 പ്ലസ് എത്ര? മുമ്പ് ഞാൻ പറഞ്ഞായിരുന്നു ഇങ്ങനെ ചെയ്താൽ. 144 എന്ന് പറഞ്ഞതിന് ഡെസിമൽ ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾ 0 ഇട്ടോ. 12 പ്ലസ് 0
0.25 കണ്ടോ. ഇങ്ങനെ ഇടുമ്പോൾ നിങ്ങൾക്ക് തെറ്റത്തില്ല. സംഖ്യകൾക്ക് ഡെസിമൽ ഒന്നും തന്നില്ലെങ്കിൽ, അതായത് ഈ പോയിന്റ് തന്നില്ലെങ്കിൽ നിങ്ങൾ അത് കഴിഞ്ഞിട്ട് 2 0 ഇടുക കേട്ടോ. അപ്പം നിങ്ങൾക്ക് തെറ്റത്തില്ല കുഞ്ഞുങ്ങളെ. അപ്പോൾ 5, 2, 4 2 6, 4 1 5, 1 അല്ലേ. അപ്പോൾ എത്ര? 156.25. അയ്യോ, എങ്ങനെയുണ്ട്? എളുപ്പമല്ലേ കുഞ്ഞുങ്ങളെ? അപ്പോൾ നോക്കിയോ കുഞ്ഞുങ്ങളെ, അതിൻ്റെ ലാസ്റ്റ് ഒരു കണക്കൂടെ ഉണ്ടായിരുന്നു. എന്താ? 15.7 സ്ക്വയർ. നമ്മൾ കുറേ ചെയ്തതാണ്. അതായത് 15.7 2 വട്ടം ഉണ്ടെന്ന് അല്ലേ. അപ്പം 2 വട്ടം എഴുതി. അതായത് 15.7 എന്ന് പറയുന്നതിൽ എത്ര കഥാപാത്രം, ഞാൻ പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടി ഈ കഥാപാത്രങ്ങളുണ്ട്, അവരുണ്ട്, ഇവരുണ്ട് എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവാൻ വേണ്ടിയോ കുഞ്ഞുങ്ങളെ. 15.7 എന്ന് പറയുന്നതിൽ 15 ഉണ്ട്, 0.7 ഉണ്ട്, സ്ക്വയറും ഉണ്ട്. അപ്പോൾ ആ 3 പേരെ ബ്രാക്കറ്റിനകത്ത് കയറ്റി ഇൻഡ്യൂ ചെയ്യണം. 15 ഇവിടെ 2 വട്ടം ഉണ്ട്, 15 2 വട്ടം ഉണ്ട്, 7 2 വട്ടം ഉണ്ട്. അപ്പോൾ 15 ഇവിടെ എഴുതുക, 7 ലാസ്റ്റിൽ എഴുതുക. 15ന്റെ സ്ക്വയർ 225 ഇതെല്ലാം കൂടി ഇൻഡ്യൂ ചെയ്യാൻ നിങ്ങൾ പോയിന്റ് ഇട്ടിട്ട് ചെയ്താൽ നിങ്ങൾക്ക് സമയവും എടുക്കും, തെറ്റിയും പോകും. അതുകൊണ്ട് പോയിന്റിനെ എടുത്ത് മാറ്റിയിട്ടിട്ട് ഇൻഡ്യൂ ചെയ്യുക. അതായത് 15 2 30, 30 ഇൻഡ്യൂ 7 210 വരും കേട്ടോ. 210. എന്നിട്ട് ഒരു സ്ഥാനം ലെഫ്റ്റിലോട്ട് മാറ്റി എപ്പോഴും കുത്തിട്ടാൽ മതി. ഏത് കണക്ക് വെച്ചാലും അങ്ങനെ തന്നെ പഠിച്ചാൽ മതി കേട്ടോ. ഇനി 0.7ന്റെ സ്ക്വയർ എന്ന് വെച്ചാൽ അതും പോയിന്റ് എടുത്ത് കളഞ്ഞിട്ട് 7 × 7 49. എന്നിട്ട് 2 സ്ഥാനം ലെഫ്റ്റിലോട്ട് മാറ്റി. എല്ലാ കണക്കും ഈ ക്ലൂവിൽ അങ്ങ് പഠിച്ചാൽ മതി. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? ഇങ്ങനെ ഇൻഡ്യൂ വരുമ്പം എല്ലാം കൂടി ഇൻഡ്യൂ ചെയ്തിട്ട് ഇവിടെ എത്ര പോയിന്റ് കഴിഞ്ഞിട്ട് ഇവിടെ എത്ര സംഖ്യ ഉണ്ട്, ഒരെണ്ണേ ഉള്ളെങ്കിൽ ഒരു സ്ഥാനം ലെഫ്റ്റിലോട്ട് മാറ്റി കുത്തിടുക. ഓക്കെ ആണോ? ഇനി ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര? ഇപ്പോൾ 7ന്റെ സ്ക്വയർ 7 7 49 അല്ലേ. അപ്പോൾ ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് 1 ഉള്ളെങ്കിൽ അതിൻ്റെ എന്താ സ്ക്വയർ അല്ലേ ചോദിച്ചാൽ. അപ്പോൾ 2 സ്ഥാനം മാറ്റി കുത്തിടുക. ഈ ഒരു ക്ലൂ അറിഞ്ഞാൽ മതി. അപ്പോൾ കൂട്ടുമ്പോൾ നമുക്ക് എത്ര? 204 ഇവിടെ കൂട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, എപ്പം ഈ പാഠത്തിൻ്റെ കൂട്ടാൻ ചോദിച്ചാലും അതിനകത്തിൽ ഡെസിമൽ ഇല്ലാത്ത അല്ലെ പോയിന്റ് ഇല്ലാത്ത സംഖ്യകൾ കാണും. അപ്പോൾ നിങ്ങൾക്ക് തെറ്റും, ഇത് എവിടെ എഴുതണമെന്ന് ഡൗട്ട് വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ആ സംഖ്യയ്ക്ക് 2 പോയിന്റ് കഴിഞ്ഞിട്ട് 2 0 ഇട്ട് അങ്ങ് കൊടുക്കണം. എന്നിട്ട് പറക്കി എഴുതണം. പോയിന്റുകളെല്ലാം നേരെ കുത്തു താപ്പോട്ട് അങ്ങ് ഇടുക. പോയിന്റിന് ലെഫ്റ്റിലുള്ള സംഖ്യ പറക്കി എഴുതുക, റൈറ്റിലുള്ള സംഖ്യ പറക്കി എഴുതുക. അപ്പോൾ എളുപ്പമുണ്ട് കേട്ടോ, തെറ്റത്തില്ല. അപ്പം 246.49 എന്ന് പറയുന്ന സംഖ്യ നമുക്ക് കിട്ടും. ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. അതിൻ്റെ ലാസ്റ്റ് ഒരു പേജിനകത്തിലേ നിങ്ങൾക്ക് ഇപ്പോൾ 1.5ന്റെ സ്ക്വയർ ഇപ്പം നമ്മൾ ഇതേലെ കുറേ ചെയ്തിട്ടുണ്ട് അല്ലേ. അത് ചെയ്തിട്ടിട്ടുണ്ട് അതിനകത്ത്. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. അതുപോലെ 2.5ന്റെ സ്ക്വയർ എഴുതുക, 3.5ന്റെ സ്ക്വയർ എഴുതുക. അപ്പോൾ ഇതുപോലെ തന്നെ 3.5 ഞാൻ പറയാം, ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേക്കാൻ കഴിഞ്ഞു. 3.5ന്റെ സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 3.5 2 വട്ടം ഉണ്ടെന്നല്ലേ അല്ലേ. 3.5 2 വട്ടമുണ്ട്. അല്ലെങ്കിൽ 3.5ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 3 അതിലെ കഥാപാത്രമാണ്, 0.5 അതിലെ കഥാപാത്രമാണ്. അപ്പോൾ ഇവിടുത്തെ ആരൊക്കെയാണ്? 3.5 സ്ക്വയർ. അപ്പോൾ ഇതിനെ ബ്രാക്കറ്റിൽ കയറ്റുക. 3ന്റെ സ്ക്വയറും 0.5ന്റെ സ്ക്വയറും ഫസ്റ്റും ലാസ്റ്റും കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇതിപ്പോൾ നമ്മൾ കുറേ കണക്ക് ചെയ്തു. 1 മണിക്കൂർ എടുത്ത് കുഞ്ഞുങ്ങളെ ഈ ചാപ്റ്റർ നമ്മൾ തീരാൻ. എന്തായാലും വേണ്ടിയിൽ ഇച്ചിരി സമയം എടുത്താൽ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അത് മനസ്സിലായല്ലോ. അപ്പം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണേ, നമുക്ക് 2ാമത്തെ പാഠം ഇടാം. ഇത് ഓക്കെ ആണല്ലോ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തില്ലേ ഒന്ന് ചെയ്തേക്കണേ എൻ്റെ കുഞ്ഞുങ്ങളെ കേട്ടോ. ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ പോട്ടെ. നിങ്ങൾ കമൻറ്റ് കണ്ടിട്ട് വേണം നമുക്ക് ബാക്കിയിടാൻ. നിങ്ങൾ എൻ്റെ കൂടെ കഴിഞ്ഞ വർഷം നിന്നില്ലേ, 7ാം ക്ലാസ്സിൽ കൂട്ടി നിന്നില്ലേ. അതുപോലെ നമുക്ക് ബാക്കിയുള്ള സയൻസും ബാക്കിയുള്ള ചാപ്റ്ററുകളും ഒക്കെ നോട്ട് വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. ടെസ്റ്റ് കിട്ടിയില്ലോ കുഞ്ഞുങ്ങളെ, അതുകൊണ്ടാണ് ഞാൻ ഇടാത്തത്. മാത്സിൻ്റെ മാത്രം PDF കിട്ടിയതേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു കുഞ്ഞുങ്ങളെ, താങ്ക് യു.